സോണിയാഗാന്ധിയെ കണ്ടു എന്ന് പറയുന്നു. സോണിയാഗാന്ധി പിണറായി വിജയനെ വിളിച്ച് പറഞ്ഞിട്ടാണോ പോറ്റിക്ക് കടത്താൻ അവസരം ഉണ്ടാക്കി കൊടുത്തത്? ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് CPM, കേരളം ഭരിക്കുന്നത് CPM. ഇതിനകത്ത് സോണിയാഗാന്ധി എന്തിനാ വലിച്ചു വെക്കുന്നത്? സ്വർണ്ണക്കടത്ത് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തി? അപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു 2019 മുൻപായിരിക്കുമല്ലോ. അപ്പോൾ 2019 മറ്റേ ചിന്താവിഷ്ടിയായ ശ്യാമളയിൽ പെട്ടെന്നൊരു ദിവസം ശ്രീനിവാസൻ മാലയിട്ട പോലെ അന്ന് വളരെ അതുവരെ സ്വാത്വികനായിരുന്ന പോറ്റി ആ പ്രത്യേക ദിവസത്തിൽ തെറ്റായ വഴിയിലേക്ക് പോയി എന്ന മട്ടിലാണല്ലോ ചിലർ അവതരിപ്പിക്കുന്നത്. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചേർത്തുള്ള നിർമ്മിത ചിത്രം പ്രചരിപ്പിച്ചു എന്നുള്ള കേസിൽ KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. കലാപാഹ്വാനം, കേരള പോലീസ് ആക്ട് 120 ഒക്കെ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാവുന്നതാണ്, ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വ്യാപകമായി പ്രചാരണ വിഷയമാവുകയും വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തതാണ്. ആ വിഷയം തിരഞ്ഞെടുപ്പിൽ ഏശിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞുവെങ്കിലും മറ്റാരും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളാരും അങ്ങനെ കാണുന്നില്ല. വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ്. അതിൻ്റെ പരമാവധി പ്രയോജനം കിട്ടിയിട്ടും AI മുഖാന്തരം നിർമ്മിച്ചു അല്ലെങ്കിൽ വ്യാജമായി നിർമ്മിച്ചു ഒരു ചിത്രം എന്ന് ആരോപിക്കപ്പെടുന്ന ആ ചിത്രം മുഖ്യമന്ത്രിയോടൊപ്പം ചേർത്ത് പ്രചരിപ്പിച്ച് എന്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനാണ് എന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ആ ചിത്രം, അതിൻ്റെ ലക്ഷ്യം, AI മാർഗം നിർമ്മിച്ച ആ ചിത്രം, അതിൻ്റെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണോ എന്നൊരു ചോദ്യം ഇന്ന് സൂപ്പർ പ്രൈം ടൈം വിഷയമാക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരുന്നു. ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നിന്ന്, അഡ്വക്കേറ്റ് അനിൽകുമാർ CPM-ൽ നിന്ന്, ശ്രീ ശ്യാംരാജ് BJP-യിൽ നിന്ന്, ശ്രീ പ്രമോദ് പുഴങ്കര രാഷ്ട്രീയ നിരീക്ഷകൻ. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങേക്ക് കേൾക്കാമോ? കേൾക്കാം. ശ്രീ സന്ദീപ് വാര്യർ, അന്തം വിട്ട പ്രതി എന്തും ചെയ്യും എന്നുള്ളതാണ് സോണിയാഗാന്ധിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുക വഴി മുഖ്യമന്ത്രി ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ് KC വേണുഗോപാലിന്റെ പ്രതികരണം എന്ന് പറയുന്നത്. ആരാണ് അന്തം വിട്ട പ്രതി? എന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഒന്നു ചേർന്ന് നിൽക്കുന്നതും ലാളിക്കുന്നതും ഒക്കെയായുള്ള ചിത്രങ്ങൾ നിങ്ങളുടെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N. സുബ്രഹ്മണ്യൻ പ്രചരിപ്പിക്കുന്നത്? എന്തായാലും ശബരിമലയിൽ നടന്നിട്ടുള്ള സ്വർണ്ണപ്പാളി മോഷണം AI ആണെന്ന് CPM ഒരു ഡിഫൻസ് എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ശബരിമലയിൽ നടന്ന സ്വർണ്ണപ്പാളി മോഷണവും അവിടുന്ന് ദ്വാരപാല വിഗ്രഹത്തിൽ നിന്നും എന്തിനേറെ 18-ാം പടിയിൽ നിന്നടക്കം സ്വർണം മോഷണം പോയി എന്നുള്ളതും പഞ്ചലോഹ വിഗ്രഹങ്ങളടക്കം അവിടുന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയി എന്നുള്ളതും അതിലെല്ലാം AI നിർമ്മിതമായിട്ടുള്ള ആരോപണങ്ങളാണെന്ന് എന്തായാലും ഗോവിന്ദൻ മാഷും CPM-ഉം ഒരു ഡിഫൻസ് എടുക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇവിടെ CPM ഏതെങ്കിലും തരത്തിൽ ഒരു എസ്കേപ്പ് റൂട്ട് തേടുകയാണ്. ഈ ഉയർന്നു വന്നിട്ടുള്ള വലിയ പ്രശ്നം സംസ്ഥാന വ്യാപകമായി ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം ഉയർത്തിവിട്ടപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. ആ കനത്ത പരാജയത്തിന് രക്ഷപ്പെടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒരു എസ്കേപ്പ് റൂട്ട് തേടുകയാണ്. അതിനപ്പുറം ഇതിലൊന്നുമില്ല. ഇവിടെ ആദ്യ ഘട്ടത്തിൽ കൊണ്ടുവന്ന ഡിഫൻസ് എന്തായിരുന്നു? സോണിയാഗാന്ധിയെ കണ്ടു എന്നുള്ളതായിരുന്നു. വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രതിരോധമാണത്. 2014 മുൻപ് സോണിയാഗാന്ധിയെ കണ്ട ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് അന്നൊന്നും ഈ സ്വർണ്ണപ്പാളി മോഷണം എന്നൊരു സംഭവമേ രംഗത്തില്ല, അന്ന് ഇത്തരമൊരു വിവാദമില്ല. ആ സാഹചര്യത്തിൽ കണ്ടൊരു ചിത്രം പങ്കുവെച്ചുകൊണ്ട് ഈ 2018-19 ശേഷം നടന്നിട്ടുള്ള സ്വർണ്ണപ്പാളി മോഷണത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ഒരു വൃഥാശ്രമം നടത്തി. ദുർബലമായിട്ടുള്ളൊരു പ്രതിരോധം. ആ പ്രതിരോധമൊന്നും കേരളത്തിലെ ജനങ്ങൾ വിലക്കെടുക്കാൻ പോകുന്നില്ല, മുഖവിലക്കെടുക്കാൻ പോകുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒറിജിനൽ ചിത്രമാണോ AI ചിത്രമാണോ എന്നൊക്കെ സാങ്കേതിക വിദഗ്ധർ പരിശോധിക്കേണ്ട കാര്യമാണ്. ഞാൻ ആ ചിത്രം കണ്ടിട്ടില്ല. അത് AI ആണോ എന്ന് കണ്ടാൽ പോലും തിരിച്ചറിയാൻ നമുക്കൊന്നും സാധിക്കില്ല. കാരണം അത് AI നിർമ്മിതമാണോ അല്ലാത്തതാണോ യഥാർത്ഥമാണോ എന്നുള്ളതൊക്കെ അന്വേഷണത്തിൽ അതിൻ്റെ ഫോറൻസിക് പരിശോധന തെളിയേണ്ടതാണ്. അതിനു മുമ്പ് തന്നെ അത് AI ആണെന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? അതുകൊണ്ട് ഇത് AI ആണോ യഥാർത്ഥമാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയും ഉണ്ണീഷൻ പോറ്റിയും തമ്മിൽ ഒരു സർക്കാർ പൊതുപരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതും ഉണ്ണീഷൻ പോറ്റിയിൽ നിന്ന് സർക്കാരിന് വേണ്ടി ഒരു വാഹനം മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി എന്നുള്ളതും വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നുള്ളതാണ്. ആ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത് പെരുമാറുകയും മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ശശിയുമായിട്ട് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയും ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പം മുഖ്യമന്ത്രിയും ഉണ്ണീഷൻ പോറ്റിയും തമ്മിൽ ഒരു പരിചയമില്ലെന്നും ഒരു ചടങ്ങിൽ എപ്പോഴോ ഉണ്ണീഷൻ പോറ്റി വലിഞ്ഞു കയറി വന്നാണെന്നുള്ള രീതിയിലുള്ള അവരുടെ പ്രചരണമാണ് വസ്തുതാ വിരുദ്ധമായിട്ടുള്ളത്.
ഉണ്ണീഷൻ പോറ്റി ഈ കാലഘട്ടത്തിൽ, അതായത് സ്വർണ്ണപ്പാളി മോഷണം നടന്ന കാലഘട്ടത്തിൽ CPM-ന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ CPM ഭരിക്കുന്ന ദേവസ്വം ഭരണസമിതിയുടെ ഒത്താശയോടുകൂടി ഈ സ്വർണ്ണപ്പാളി മോഷണം ഉണ്ണീഷൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയെന്ന് SIT ആരോപിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ, ആ കാലഘട്ടം ശ്രദ്ധിക്കണം, ആ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രിയും ഉണ്ണീഷൻ പോറ്റിയും ഒരു പൊതുപരിപാടിയിൽ, സർക്കാർ പരിപാടിയിൽ ഒരുമിച്ച് കണ്ടുവെന്നും ഉണ്ണീഷൻ പോറ്റിയിൽ നിന്നൊരു വാഹനത്തിന്റെ ചാവി ഏറ്റുവാങ്ങിയെന്നും പറയുമ്പോൾ ഈ ഉണ്ണീഷൻ പോറ്റിക്ക് ഇതുപോലെ ഇത്രയും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രി അടുത്ത് ഇതുപോലെ സർക്കാർ പരിപാടിയിലേക്ക് എന്തിന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവന്നു, എങ്ങനെയാണ് ഉണ്ണീഷൻ പോറ്റിക്ക് ഇത് കീ കൈമാറാനുള്ള സാഹചര്യം ഉണ്ടായത്, ഇതൊക്കെ വ്യക്തമാക്കേണ്ടത് സർക്കാരാണ്. ഇവിടെ പ്രതിരോധത്തിലായിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരാണ്. ജനങ്ങൾ അവരെ ശിക്ഷിച്ചു ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ. അതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി ഒരു KPCC ഭാരവാഹിക്കെതിരെ ഒരു കേസ് എടുത്തുകൊണ്ടൊന്നും ആ ജാള്യൊന്നും മറയ്ക്കാൻ പറ്റില്ല. ശരി, ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോ CPM-ന് എസ്കേപ്പ് റൂട്ട് തേടണം, അത് കോൺഗ്രസിന്റെ ചെലവിൽ വേണ്ടല്ലോ. ഈ ചിത്രം ആധികാരികമാണെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി എന്ന് കോൺഗ്രസിന് അഭിപ്രായമുണ്ടോ? ഈ ചിത്രം എങ്ങനെ പങ്കുവെക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം എന്ന് പറഞ്ഞത് ഇതിന്റെ ആധികാരികത ഉറപ്പാക്കിയതിനു ശേഷം പങ്കുവെച്ചു എന്നുള്ളതാണ്. ഇനി അതവിടെ നിൽക്കട്ടെ, നമ്മളോടൊപ്പം ശ്രീ N. സുബ്രഹ്മണ്യൻ ഉണ്ട്, അദ്ദേഹത്തോട് ഞാനത് ചോദിച്ചോളാം. പക്ഷേ സർക്കാർ പൊതുപരിപാടിയിലാണ് ഇവർ ഒരുമിച്ച് പങ്കെടുത്തത്. ഇപ്പൊ സോണിയാഗാന്ധിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അങ്ങേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അത് കുറവായി പോയി എന്നുണ്ടോ? ഇല്ല, സോണിയാഗാന്ധിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും വളരെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് മാത്രമേ അവിടെ ചെല്ലാനും സന്ദർശിക്കാനും കഴിയുകയുള്ളൂ. ഇനി 2019 ശേഷമാണ് ഈ അവിടെ സ്വർണ്ണക്കൊള്ള നടത്തിയത് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. കാരണം 2009 അവിടെ ഉപദേവതാ സ്ഥാനങ്ങളിൽ തങ്ങൾ സ്വർണം പൂശി എന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് 2011 ഇതേ സ്മാർട്ട് ക്രിയേഷൻസ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കം മാതൃഭൂമി ന്യൂസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 2009 മുതൽ. അപ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രശ്നം മാറിയല്ലോ അല്ലേ? 2009 മുതൽ ഈ വലിയ ഗ്യാങ് അവിടെ ഉണ്ട്. അവിടെ ഉണ്ടായിരിക്കുന്ന അട്ടിമറി, സ്വർണ്ണക്കൊള്ള, സ്വർണ്ണക്കടത്ത്, അതിൻ്റെയൊക്കെ റൂട്ട് ഇനിയും കിട്ടേണ്ടതുണ്ട്. ഇത് എന്തിന് കോൺഗ്രസിന്റെ ചെലവിൽ എന്നുള്ളതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി ചരട് കെട്ടിക്കൊടുത്തു തുടങ്ങിയ വാദങ്ങൾ വളരെ ദുർബലമാവുകയും മുഖ്യമന്ത്രിയോടൊപ്പം ഒരു പൊതുപരിപാടിയിൽ നിൽക്കുന്നു എന്നത് വലിയ ശക്തമായ വാദമായി മാറുകയും ചെയ്യുന്നത്? മാധു, ഇതിന്റെ സുരക്ഷയെക്കുറിച്ച് പറയേണ്ടി വന്നത് മുഖ്യമന്ത്രി തന്നെ സോണിയാഗാന്ധിയുടെ സുരക്ഷാ സംവിധാനത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ്. മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്തി എന്താ പറഞ്ഞത്? സോണിയാഗാന്ധിയെ പോലെ ഇത്രയും സുരക്ഷയുള്ള ഒരാളുടെ അടുത്തേക്ക് എങ്ങനെ ഉണ്ണീഷൻ പോറ്റിക്ക് എത്താൻ സാധിച്ചുവെന്ന് ചോദിച്ചു. അപ്പം ന്യായമായും ശ്രീ പിണറായി വിജയന്റെ സുരക്ഷയും ശ്രീമതി സോണിയാഗാന്ധിയുടെ സുരക്ഷയും തമ്മിൽ ഞാനൊന്ന് താരതമ്യം ചെയ്തു. രണ്ടുപേർക്കും Z+ കാറ്റഗറിയാണ് രാജ്യത്ത് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മുൻ പ്രധാനമന്ത്രിയുടെ കുടുംബം എന്നുള്ള നിലയ്ക്ക് Z+ കാറ്റഗറി സുരക്ഷയാണ് ബഹുമാനിയായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധിയുടെ കുടുംബത്തിനുള്ളത്. അതേ സുരക്ഷാ സംവിധാനമാണ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും അനുഭവിച്ചു വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഒരേ സുരക്ഷാ മാനദണ്ഡ പ്രകാരം ഉള്ള VVIPകളായിരിക്കെ മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി സോണിയാഗാന്ധിയെ സുരക്ഷയുടെ പേരിൽ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ ന്യായമായും അതേ സുരക്ഷാ സംവിധാനമുള്ള പിണറായി വിജയന്റെ ഒരു പൊതുപരിപാടിയിൽ എങ്ങനെ ഉണ്ണീഷൻ പോറ്റിയിൽ നിന്ന് ഈ ചാവി ഏറ്റുവാങ്ങി എന്നുള്ളത് കൂടുതൽ ഗൗരവതരമാണ്. ഒന്ന്, സോണിയാഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയുടെ കുടുംബമോ ഈ ദേവസ്വം ബോർഡുമായി യാതൊരു തരത്തിലും ബന്ധമില്ലാതിരിക്കുകയും മാത്രമല്ല സോണിയാഗാന്ധിക്ക് ഇത്തരത്തിൽ ഒരു കാര്യത്തിൽ ബന്ധമുണ്ടെന്ന് CPM-ന്റെ നേതൃത്വത്തിന് പോലും സംശയമില്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സോണിയാഗാന്ധി എന്തിനാണ് ഇതിലേക്ക് വലിച്ചടിക്കുന്നതെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അത് സാമാന്യ യുക്തിയല്ലേ? സോണിയാഗാന്ധിക്ക് ശബരിമലയിലെ സ്വർണ്ണപ്പാളി മോഷണവുമായി വല്ല ബന്ധമുണ്ടെന്ന് ചോറ് കഴിക്കുന്ന ആർക്കെങ്കിലും സംശയമുണ്ടോ? CPM-ന്റെ നേതൃത്വത്തിന് സംശയമുണ്ടോ? CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് അങ്ങനെ ആരോപണമുണ്ടോ? 2009 മുതലുള്ള കാര്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ 2009 മുതൽ കോൺഗ്രസ് അധികാരത്തിന് പുറത്തൊന്നുമല്ല. അപ്പോൾ ആ ചിത്രങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉദ്ദേശിക്കുന്ന ഒരു ഫലപ്രാപ്തി കൈവരിക്കാനുള്ള സാധ്യതകൾ അതിനിടയിൽ ഉണ്ടാകുന്നുണ്ട്. 2009 മുതൽ അവിടെ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ളവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ അതിന് പിന്നാലെ വന്ന കോൺഗ്രസിന്റെ ഭരണകൂടങ്ങൾ, കോൺഗ്രസ് നിയന്ത്രിച്ചിരുന്ന ദേവസ്വം വകുപ്പ്, അതിന് കീഴിലുള്ള ദേവസ്വം ബോർഡ് തുടങ്ങിയ ഇടങ്ങളിലൊക്കെ ഈ ചിത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള അനധികൃതമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ N. സുബ്രഹ്മണ്യൻ, അങ്ങേക്ക് കേൾക്കാമോ? അല്ല, ഒരു സെക്കൻഡ്, അനുമറുപടി പറയട്ടെ. ഒരു മിനിറ്റ്, ഞാൻ വരാം സന്ദീപ്. ശ്രീ N. സുബ്രഹ്മണ്യൻ, അങ്ങേക്ക് കേൾക്കാമോ? പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് പോയിക്കോ. ശരി, സന്ദീപ് പറയൂ. മധു, 2009 മുതൽക്കതല്ലെന്ന് ഈ പറയുന്ന സ്ഥാപനം വിവിധ ക്ഷേത്രങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ സ്വർണം പൂശുന്ന അടക്കമുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടാവാം എന്ന് കരുതി അവിടെ എല്ലാം ഉണ്ണീഷൻ പോറ്റി എടുത്ത് സ്വർണം കൊടുത്തു എന്ന് ആർക്കെങ്കിലും ആരോപണമുണ്ടോ? ഇവിടെ ഹൈക്കോടതിയിൽ മേൽനോട്ടത്തിൽ നടന്ന അന്വേഷണം ഇവിടെ കണ്ടെത്തിയത് എന്താ?
അവിടെ ഒന്നും നിങ്ങൾ ഈ പറയുന്ന മാതൃഭൂമി നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനത്തെ ഒരു ആരോപണം പോലും ആരും ഉന്നയിച്ചിട്ടില്ല. ഇപ്പൊ 2009 സ്മാർട്ട് ക്രിയേഷൻസ് അവിടെ സ്വർണം പൂശി എന്ന് കരുതി 2009 മോഷണം നടന്നു എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ആക്ഷേപമുണ്ടോ? വെറുതെ അങ്ങ് പറയല്ലേ. അല്ല, ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ ഇപ്പൊ എവിടെയാണ് എന്ന് അങ്ങേക്ക് അറിയാമോ? സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. SIT അതിലൊക്കെ അന്വേഷണം പോകുന്നില്ല എന്ന ഇടക്കാലത്ത് ഒരു കോടതി പരാമർശമുണ്ടായപ്പോൾ കോൺഗ്രസ് അതിനെ പിന്തുണച്ചില്ലേ? SIT പോകുന്ന വഴി മാത്രമാണ് അന്വേഷണം എന്ന നിലപാട് കോൺഗ്രസിന് എപ്പോഴാണ് ഉണ്ടായത്? SIT ഇവിടെ സർക്കാരിന്റെ പേച്ചക്കിലുള്ള ഉദ്യോഗസ്ഥരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണ്. അതിൽ ഞങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന് വിചാരിക്കുന്നു. കൂടുതൽ വലിയ ഏജൻസിയുടെ അന്വേഷണം വേണമെന്ന നിലപാടായിരുന്നില്ലേ ഇത്രയും കാലം? SIT കണ്ടെത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രം ആ കാര്യത്തിലേക്ക് അന്വേഷണം പോകണ്ട എന്ന് ഇപ്പൊ പറയുന്നത് എന്തൊരു നയവ്യതിയാനമാണ്? അന്വേഷണം പോകണ്ടെന്ന് ആര് പറഞ്ഞു? അന്വേഷണം പോകണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു? അങ്ങനെ ആരോപണം ഇല്ലെന്നാണ് പറഞ്ഞത്. ഇല്ലാത്ത ആരോപണം മാതൃഭൂമി ഉന്നയിക്കേണ്ടെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ആരോപണം CPM-ന് പോലും ഇല്ല, മുഖ്യമന്ത്രിക്കില്ല, ദേവസ്വത്തിനില്ല, മാതൃഭൂമിക്ക് മാധുവിനുണ്ട്. അല്ല, CPM-നും മുഖ്യമന്ത്രിക്കും അങ്ങനെ ഒരു ആരോപണം ഇല്ല എങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അത്തരം ആരോപണം ഉന്നയിച്ചുകൂടെ? മാത്രമല്ല, അത് ആരോപണമല്ല. 98 98 UB ഗ്രൂപ്പ് അവിടെ സ്വർണം പതിപ്പിച്ച ഇടങ്ങളിൽ 5 കലശക്കുടങ്ങൾ അടക്കമുണ്ട്. അത് ഉപദേവതാ സ്ഥാനങ്ങളായ അവിടുത്തെ ഗണപതി കോവിലും നാഗർനടയിലുമുള്ള കലശങ്ങൾ അടക്കമാണ്. 5 കലശങ്ങളുണ്ട്. അതിൽ 2 എണ്ണം അടക്കമുള്ള മേൽക്കൂര തങ്ങൾ സ്വർണം പൂശിയതായി അവകാശപ്പെട്ടു. അത് വിഷയമാണ്. 2011 അത് സ്വർണം പൂശിയിട്ടുണ്ട് എന്ന് സ്മാർട്ട് ക്രിയേഷൻസ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവകാശപ്പെട്ടിട്ടുണ്ട്. അതായത് ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്ത് അവിടെ ജയിലിൽ കിടക്കുന്ന പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് 2009 മുതൽ അവിടെ ഉണ്ടായിരുന്നു. ആ സ്മാർട്ട് ക്രിയേഷൻസ് അടക്കമുള്ള ഒരു വലിയ ഗ്യാങ് ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമെന്ന് SIT കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞ SIT. ആ 2009 ശേഷമാണ് 2014 സോണിയാഗാന്ധി അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ചിത്രങ്ങൾ പുറത്തു വരുന്നത്. അതിന് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ഒരു ബന്ധവുമില്ല, ഞങ്ങൾ അധികാരത്തിലില്ല എന്നെങ്ങനെ പറയാൻ കഴിയും? ഈ ഇത്രയും വിശദമായി പറയേണ്ട എന്ത് കാര്യമുള്ളത്? 2009 ആ സ്ഥാപനം തുടങ്ങിയ ശേഷം ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും പല ക്ഷേത്രങ്ങളിലും അവർ സ്വർണം പൂശിയിട്ടുണ്ടാകും എന്ന് കരുതി ഈ സ്വർണ്ണപ്പാളി മോഷണം പോലെ അന്ന് മോഷണം നടന്നു എന്ന് പറയാൻ എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഈ സംസ്ഥാനത്ത് ഭരിക്കുന്നവർക്കില്ലാത്ത ആക്ഷേപം, ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കില്ലാത്ത ആക്ഷേപം മാതൃഭൂമിക്കുണ്ട് എന്നാണ് അപ്പൊ മാധു പറയുന്നത്. വളരെ ദിവസങ്ങൾക്ക് മുൻപ് അതിലെങ്ങനെയാണ് അതിൽ രാഷ്ട്രീയ ആരോപണം ഞാൻ എന്താണ് ഉന്നയിച്ചത്? ഞാൻ എന്ത് രാഷ്ട്രീയ ആരോപണം? മാതൃഭൂമി അങ്ങനെ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. അവര് ഒരു സ്ഥാപനം നിലയ്ക്ക് പല ക്ഷേത്രങ്ങളിലും പല പരിപാടി ചെയ്തിട്ടുണ്ടാവുന്നേ. നമ്മളിപ്പോ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടാണല്ലോ അത്തരം വാർത്തകൾ അങ്ങാണ് 2014 കുറെ വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമല്ലേ? അവര് പല സ്ഥലങ്ങളിൽ പല ചെയ്തിട്ടുണ്ടാവുന്നേ. അവരെത്ര കാലം മാതൃഭൂമി എത്രയോ കാലം പ്രവർത്തിക്കുന്നില്ലേ എന്ന് കരുതി അതുപോലെ ഈ സ്ഥാപനം ഒരുപാട് കാലമായി പ്രവർത്തിക്കുന്നു. അവർ ശബരിമല ചെയ്തിട്ടുണ്ടാവും, മറ്റ് ക്ഷേത്രങ്ങൾ ചെയ്തിട്ടുണ്ടാവും എന്ന് കരുതി എന്ത് വിദണ്ഡവാദമാണ് ഈ പറയുന്നത്? ശരി, ഞാൻ പറഞ്ഞോട്ടെ. 2014 കൂടിക്കാഴ്ച നടത്തിയത്. ഈ സ്വർണ്ണക്കൊള്ള നടക്കുന്നത് 2019 മുതലാണ്. അതുകൊണ്ട് അല്ല, ഞാൻ പറയട്ടെ ശ്രീ സത്യവാരൻ, അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ അതിന് മുൻപ് നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ഇതുമായി ഒരു ബന്ധവുമില്ല എന്ന് അങ്ങ് പറഞ്ഞതുകൊണ്ടാണ് 2019 2009 മുതൽ അവിടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽ വരുത്തിയത്. അല്ലാതെ മറ്റൊരു ആരോപണമല്ല. ഈ വാർത്ത മാതൃഭൂമി ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് എന്നേക്കാൾ ആധികാരികമായി പറയേണ്ടതില്ല. ഞാനതിലൊരു ക്ലാരിറ്റി വരുത്തിയതാണ്. അതെ, പല ക്ഷേത്രങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ അജന്ത എല്ലോറ വരെ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അവിടെയൊക്കെ അന്വേഷണം നടക്കട്ടെ. എന്തായാലും ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ അനിൽകുമാർ, സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ച എന്ന് പറയുന്നത് എത്ര ദുർബലമായ വാദമാണ് എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിരോധം, അല്ലെങ്കിൽ കോൺഗ്രസ് അതിൽ പറയാനുള്ള അഭിപ്രായം എന്ന് പറയുന്നത്. ഇതിപ്പോ അടൂർ പ്രകാശ് അടക്കമുള്ളവരോട് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവരാര് വന്നാലും ഞാൻ കൂടെ പോകും എന്നുള്ളതാണ്. അടൂർ പ്രകാശ് MP പറഞ്ഞത് മുഖ്യമന്ത്രി പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്തിയ ആഗസ്റ്റ് 20 ചടങ്ങിന് ശേഷമാണ് അടൂർ പ്രകാശ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയത്. അപ്പോൾ ഈ കൊല്ലം ആഗസ്റ്റ് 20 മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ട് സെക്രട്ടേറിയറ്റ് നടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് താഴെ ഔദ്യോഗികമായൊരു ചടങ്ങ് നടന്നത്. അത് ഭീമ ഗോൾഡ് എന്നൊരു സ്ഥാപനം. ആ സ്ഥാപനം സന്ദീപ് വാര്യർക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. നമ്മുടെ പഴയ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ കോൺസുലേറ്റിനകത്ത് ചില ആളുകളുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വന്നതോടുകൂടി സ്വർണ്ണക്കടത്തിൻ്റെ അന്വേഷണമൊക്കെ അവിടെ നിന്ന് കേട്ടോ. പിന്നെ സ്വർണം പോയ വഴി കണ്ടില്ല.
അപ്പോൾ ഭീമ ഗോൾഡ് എന്ന് പറയുന്നൊരു സ്ഥാപനം അവർ ഒരു ശബരിമലയുടെ ഉപയോഗത്തിനായിട്ട് കയറ്റം കയറാൻ കഴിയുന്ന ഒരു ജീപ്പ് അവിടുത്തെ ഭക്തജനങ്ങൾക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചു. അത് കേരള പോലീസിൻ്റെ സഹായത്തിനാണ്, റെസ്ക്യൂ ഫോഴ്സിന് ഉപയോഗിക്കാനാണ്. നല്ല ജീപ്പാണ്. അതിന് മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ് അപേക്ഷ കൊടുക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ അപേക്ഷ അംഗീകരിച്ച ഉത്തരവ് എൻ്റെ കയ്യിലുണ്ട്. മാധുവിന് സംശയമുണ്ട്, ഇപ്പം ഞാൻ തരാം. 2, ആ ഉത്തരവിനകത്തോ ആ നോട്ടീസിനകത്തോ പോറ്റിയുടെ പേരില്ല. 3, മുഖ്യമന്ത്രി അവിടെ വരുമ്പോൾ മുഖ്യമന്ത്രിയെ അവിടെ പൂച്ചെണ്ട് കൊടുത്ത് സ്വീകരിക്കുന്ന പോറ്റിയല്ല. അത് ഭീമ ഗോൾഡുമായി ബന്ധപ്പെട്ട ഉയർന്ന ഉദ്യോഗസ്ഥരാണ്. അത് കഴിഞ്ഞ് താക്കോൽ കൊടുക്കുന്ന ഘട്ടത്തിൽ ഇദ്ദേഹം ഫോട്ടോ കൊടുക്കാൻ കൂടെ വന്നു എന്നുള്ള സത്യമാണ്. അതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ പൊതുമണ്ഡലത്തിലുണ്ട്. ഈ വ്യക്തിയുമായി മുഖ്യമന്ത്രി സംസാരിക്കുന്നതായി പോലും ആ വീഡിയോയിലില്ല. അവസാനം ചടങ്ങ് കഴിഞ്ഞ് മുഖ്യമന്ത്രി തിരിഞ്ഞു നടക്കുമ്പോൾ വഴി മാറുക എന്ന തരത്തിലാണ് ആ ഘട്ടത്തിൽ കണ്ടത്. അപ്പോഴാണ് സെക്രട്ടേറിയറ്റ് നടയിലെ ആ ചിത്രത്തെ തൊട്ടപ്പുറം മരം നിൽക്കുന്നു, ആ മരം നിൽക്കുന്ന ചിത്രങ്ങളുമായി ചേർത്ത് ഒരു വ്യാജ വീഡിയോ ഇപ്പോൾ ഉണ്ടായതും ആ AI വീഡിയോയിൽ പിടിവീണിരിക്കുന്നു. കോൺഗ്രസ്സിന് പുതുതായിട്ടല്ല AI വീഡിയോ വേണ്ടി വരുന്നത്, നിർബന്ധ ബുദ്ധി വേണ്ടി വരുന്നത്. എന്താ കാരണം? മുഖ്യമന്ത്രിയുടെ മകളുടെ കല്യാണം നടന്നപ്പോൾ EP ജയരാജൻ്റെ ഭാര്യയുടെ തല വെട്ടിയിട്ട് വേണമായിരുന്നു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ ഒരു പ്രതിയുടെ സ്ഥാനം ക്ലിഫ് ഹൗസിലുണ്ട് എന്ന വ്യാജ ആരോപണം ഉന്നയിക്കാൻ. ഇത് ഒരാവർത്തനമായിട്ട് തന്നെ കണ്ടാൽ മതി. ഞങ്ങളിതൊന്നും പതറുന്നതല്ല. അടൂർ പ്രകാശിൻ്റെ വാദമനുസരിച്ച് 2025 ഒക്ടോബർ ആഗസ്റ്റ് 20 ശേഷമാണ് ഈ കൂടിക്കാഴ്ച. അപ്പോൾ ചോദ്യം എന്താണ്? മുഖ്യമന്ത്രിയെ കണ്ട ശേഷം സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ പോറ്റിയുമായി അടൂർ പ്രകാശ് പോയി. അടൂർ പ്രകാശിൻ്റെ വാദം അടൂർ പ്രകാശിന് പാസ് എടുത്ത് കൊടുത്ത പോറ്റിയാണ്. പോറ്റി എന്നെ വിളിച്ചു, ഞാൻ പോയി. അപ്പോൾ പാസോ അത് പോറ്റിക്ക് വേറെ ആരോ എടുത്തു കൊടുത്തു. സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോറ്റിക്ക് എങ്ങനെ പാസ് കൊടുക്കാനായി? അതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ അടൂർ പ്രകാശിൻ്റെ ഇന്നലത്തെ വാദങ്ങളിലൂടെ കോൺഗ്രസ് വ്യക്തമാക്കിയത് എന്താണ്? പ്രയാർ ഗോപാലകൃഷ്ണനും സോണിയാഗാന്ധിയായിട്ടുള്ള ചിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ആൻ്റണി അതിലുണ്ട്. പ്രയാർ ഗോപാലകൃഷ്ണൻ അന്തരിച്ചത് 2022 ശബരിമലയിൽ അദ്ദേഹം ശബരിമലയുടെ ചുമതലയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഈ പോറ്റിയെയും ഗോവർദ്ധനെയും അദ്ദേഹം ശബരിമലയിൽ തന്നെ വിളിച്ചൊരു ചടങ്ങിൽ ഇരുത്തുന്ന പടം ഞങ്ങളുടെ കയ്യിലുണ്ട്, പൊതുമണ്ഡലത്തിൽ ലഭ്യമാണ്. അപ്പോൾ 2014 പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലം മുതലെങ്കിലും പോറ്റി അവിടെ ഉണ്ട്, ഗോവർദ്ധൻ അവിടെയുണ്ട്. ഈ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിക്ക് ഉപഹാരം കൊടുക്കുന്നു. എന്ത് ഉപഹാരം? കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു. എന്ത് കെട്ടിക്കൊടുത്തു? എന്താവശ്യത്തിനാണ് ഈ കള്ളന്മാരുമായിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് ഇവരെ ക്ഷണിച്ചത്? കോൺഗ്രസിൻ്റെ MP-മാർക്ക് എന്ത് കാരണത്താലാണ് ഇയാളുടെ കീഴിൽ, ഈ പോറ്റിയുടെ കീഴിൽ അവിടെ സന്ദർശനം വേണ്ടി വന്നത്? അടൂർ പ്രകാശിനെ എന്തിനാണ് കൊണ്ടുപോയത്? സോണിയാഗാന്ധിക്ക് അടൂർ പ്രകാശിനെ പരിചയപ്പെടുത്തി കൊടുക്കാനോ? കേരളത്തിലെ UDF കൺവീനറെ സോണിയാഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇടനിലക്കാരനായി പോറ്റി പ്രവർത്തിച്ചു എന്നല്ലേ അടൂർ പ്രകാശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ശരി, നമുക്ക് ചോദിക്കാം. നമ്മൾ പറയുകയാണ് ദുർബലമായ വാദമാണ്. എന്ത് ദുർബലമായ വാദം? ഒറ്റ കാര്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ. എനിക്ക് ബന്ധപ്പെട്ട് നിങ്ങൾ പരിശോധിക്കാം. ഒരു മിനിറ്റ്. അഡ്വക്കേറ്റ് അനിൽകുമാർ, അതായത് ശരി, സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഞാൻ ശ്രീ സന്ദീപ് വാര്യരോട് ചോദിക്കുന്നത് അങ്ങ് കേട്ടുവല്ലോ, അങ്ങും അതിൽ അഭിപ്രായം പറഞ്ഞു. പക്ഷേ ഇത് നോക്കൂ, എണ്ണിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന അത്ര ആളുകൾ മാത്രമേ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലുള്ള ഈ നോർത്ത് ഗേറ്റിന് സമീപത്തുള്ള ഈ ഫംഗ്ഷനിൽ നടന്നിട്ടുള്ളൂ, നോർത്ത് ബ്ലോക്കിന് മുന്നിലുള്ള ഈ ഫംഗ്ഷനിൽ ഉള്ളൂ. എണ്ണിക്കൊണ്ട് നമുക്ക് പറയാൻ കഴിയുന്ന ആളുകൾ മാത്രമേ അവിടെയുള്ളൂ. പോലീസിന്റെ ഉന്നത മേധാവികളുണ്ട്, മുഖ്യമന്ത്രി അടക്കമുള്ളവരുണ്ട്, ഇവരൊക്കെ ഭീമയുടെ റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. അതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ത് വന്നു? ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടുത്തെ റോൾ എന്താണ്? ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരു പബ്ലിക് മീറ്റിംഗ് നടക്കുകയാണെന്ന് വിചാരിച്ചു, വലിയ പബ്ലിക് മീറ്റിംഗ്, എന്നാൽ പോലും അവിടെ ക്ഷണിക്കപ്പെടുന്ന അതിഥികൾ ആരാണ് എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർക്ക് റിപ്പോർട്ട് വേണം, അവരത് അന്വേഷിക്കും. ഇതിപ്പോൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് വരുമ്പോൾ ഇദ്ദേഹം സ്പോൺസറല്ല, ഭീമയാണ് കൊടുക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞല്ലോ, അതിന് റിക്വസ്റ്റ് കൊടുത്ത ആളല്ല, അത് മട്ടന്നൂരാണ് എന്നങ്ങ് പറഞ്ഞല്ലോ. ആരാണ് പോറ്റി? പോറ്റി എന്തിനാണ് അവിടെ വന്നത്? അല്ല, ഞാൻ പറയുന്നത് പോലീസിന്റെ DGP രവത ചന്ദ്രശേഖർ, ADGP ശ്രീജിത്ത്, അവരുടെയൊക്കെ പേരാ നോട്ടീസിലുണ്ട് കേട്ടോ. ഭീമ ഗോൾഡിന്റെ ചുമതലക്കാരല്ലാതെ മട്ടന്നൂർ ശങ്കരൻകുട്ടിയോടല്ലാതെ ആരോടെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ വർത്താനം പറയുന്നത് നിങ്ങൾ കണ്ടോ? അങ്ങനെ ആരോപണം എനിക്കില്ല. ഞാൻ ആ ദൃശ്യം ശരിക്കും നോക്കിയതാ, 2 തവണ 3 തവണ നോക്കി. അല്ല, അങ്ങനെ ആരോപണം എനിക്കില്ല. സമയത്ത് കൈയെടുത്ത് കൂപ്പുന്നുണ്ട്. ഒരു കള്ളന്റെ പൂർണ്ണ ശാരീരിക ബുദ്ധിയോടുകൂടി ആ വഴിയിലേക്ക് അദ്ദേഹം മനഃപൂർവ്വം കടന്നിരുന്നുണ്ടൊക്കെയുണ്ട്. ഞാൻ ചോദിച്ചത് എന്താണ്? മിണ്ടിയോ തൊട്ടോ ഓമനിച്ചോ ഇതൊന്നുമല്ല.
അത്രയും മാത്രം ക്ഷണിക്കപ്പെട്ട ആളുകൾ, അതും VVIP ഉള്ള ഇടത്തേക്ക് ഏത് അഡ്രസ്സിൽ അദ്ദേഹം കടന്നു എന്നുള്ളതാണ്. അതെ, അവിടെയാണ് വിശദീകരിക്കേണ്ട. ഭീമ ഗോൾഡാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണ തട്ടിപ്പുകാരനാണ്. അദ്ദേഹത്തിന്റെ കൂടെ സോണിയാഗാന്ധിയുടെ മുമ്പിൽ നമ്മൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് സ്വർണ്ണ ജുവലറിക്കാരനാണ്. ശബരിമല സ്വർണം കൊള്ള ചെയ്ത് കൊണ്ടുപോയ സ്വർണ്ണക്കട തുടങ്ങിയ ആളാണ്. തന്ത്രി ഉദ്ഘാടനം ചെയ്ത കട അദ്ദേഹത്തിന്റെ കടയാണ്. ഗോവർദ്ധൻ, ആ ഗോവർദ്ധൻ അടക്കമുള്ള ആളുകളുമായിട്ട് സ്വർണ്ണ ഇടപാട് നടത്തുന്ന ആളായിരിക്കും പോറ്റി, ഞങ്ങൾക്കറിയില്ല. ഭീമ ജുവലറിക്കാരെ ഒരു തരുന്നു. ഈ താക്കോൽ ആരുടെ കയ്യിലായിരുന്നു? അടയാള താക്കോല്, ഈ ഫോട്ടോ എടുക്കാനുള്ള താക്കോൽ, അത് പോറ്റിയുടെ കയ്യിലായിരുന്നു. അതിനർത്ഥം എന്താണ്? ഭീമ ജുവലറിയുടെ പ്രകൃതികൾ കൊണ്ടുവന്ന ആളുകളാണ്. ഒരു വനിതയെ അവിടെ കാണുന്നുണ്ട്, ഈ വ്യക്തിയെ അവിടെ കാണുന്നുണ്ട്. താക്കോൽ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. ഇത് ഔദ്യോഗികമായി ലഭിച്ച വിശദീകരണമാണോ? കാരണം ഇതുമായി ബന്ധപ്പെട്ട CMOയിൽ നിന്ന് വന്ന വിവരത്തിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ അങ്ങ് മുതിർന്ന നേതാവാണ്, അങ്ങ് പറയുന്ന അത് ഞാൻ ഔദ്യോഗികമായി എടുക്കുകയാണേ. അതായത് ഇപ്പം സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ അന്വേഷിക്കുമ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കമുള്ളവർ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പങ്കെടുക്കുന്നുണ്ട് എങ്കിൽ എല്ലാവരുടെയും കയ്യിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ അവിടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ആരെ പ്രതിനിധീകരിച്ച് വരുന്നു എന്നുള്ളത് CMO നേരിട്ടാണ് മുഖ്യമന്ത്രിയുടെ ചടങ്ങിൽ ആരൊക്കെ പങ്കെടുക്കുന്നു എന്നുള്ള കാര്യം പരിശോധിക്കുകയും ഉറപ്പുവരുത്തുകയും ചെയ്യുന്നത്. അവിടെ ഭീമ ഗോൾഡിന്റെ പ്രതിനിധി എന്ന നിലയ്ക്കുണ്ടോ? നല്ലൊരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഭീമ ഗോൾഡ് പോലൊരു സ്ഥാപനം ഒരു നല്ല ജീപ്പ് ശബരിമലയ്ക്ക് വേണ്ടി നൽകാൻ പോകുമ്പോൾ പോലീസ് അത് ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ അവർ കൊണ്ടുവരുന്ന ആളുകൾ ആരാന്നുള്ളത് പോലീസ് നോക്കിയല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ആ ദൃശ്യങ്ങൾ കൊണ്ട് കണ്ടു. ഈ കൈമാറുന്ന താക്കോല് പോറ്റിയിടയിലായിരുന്നു. വേറൊരു വനിതയും കൂടെയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? അവർ അതിവിടെ കൊണ്ടുവന്നു, അത് മുഖ്യമന്ത്രി ഏറ്റുവാങ്ങി റവദ ചന്ദ്രശേഖരന് കൈമാറി. 3 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല, അല്ലെ 2.5 മിനിറ്റ് എടുത്തിട്ടുണ്ടാവില്ല. ഇതാണ് ഉണ്ടായിട്ടുള്ള കാര്യം. ആദ്യഘട്ടത്തിൽ പറഞ്ഞപ്പോൾ ഭീമയാണ് അത് സ്പോൺസർ ചെയ്തത്, അത് മട്ടന്നൂരിന്റെ ആവശ്യപ്രകാരമാണ് എന്ന കാര്യം പറഞ്ഞു. അപ്പോഴൊന്നും പോറ്റിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ഇപ്പോൾ ആ സ്പോൺസർഷിപ്പിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെയും എത്തിയത് എന്ന് പറയുമ്പോൾ ഞാൻ ആ ചോദ്യം പറയും. ഞങ്ങളുടെ ഭാഗം ഒരു വാക്കൂടെ പറയാനുണ്ട്. അതായത് ഇപ്പോൾ ഉണ്ടായ സംഭവത്തിൽ 1 നിയമം, 2 രാഷ്ട്രീയം. നിയമം എന്താണ്? ഇപ്പം പിടിച്ചിരിക്കുന്ന പ്രതികൾ യഥാർത്ഥ പ്രതികളാണോ? ഭണ്ഡാരി യഥാർത്ഥ പ്രതിയാണോ? ഭണ്ഡാരി സ്വർണ്ണം ഊറ്റിയും സമ്മതിച്ചു. 2, ഈ ഗോവർദ്ധൻ സ്വർണം വാങ്ങിച്ചു എന്ന് സമ്മതിച്ചു. അപ്പോൾ അവർ കള്ളന്മാരാണെന്ന് തെളിഞ്ഞു. അപ്പോൾ എന്താണ് കോൺഗ്രസിൻ്റെ വാദം? ഇപ്പം അവിടെ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ യഥാർത്ഥമല്ല. ഭണ്ഡാരി സ്വർണ്ണം ഊറ്റിയ പിന്നെ അതവിടെ ഇരിക്കുമോ? ഗോവർദ്ധൻ സ്വർണം ഊറ്റിയെടുത്ത പിന്നെ അതവിടെ ഇരിക്കുമോ? അപ്പോൾ എന്താണ്? അന്താരാഷ്ട്ര വിപണിയിൽ ഇത് ആരോ വിറ്റിട്ടുണ്ട്. എന്തിനാ ഈ വാദം ഉന്നയിക്കുന്നത്? ഗോവർദ്ധനെ സഹായിക്കാനാണ്, പോറ്റിയെ സഹായിക്കാനാണ്. അന്വേഷണത്തെ കോൺഗ്രസ് പാർട്ടി വെല്ലുവിളിക്കുന്നത് എന്തിനാ? നമുക്ക് അതിലേക്ക് വരാം. ഈ കാര്യം എല്ലാവരിലേക്കും ഈ കാര്യം ഒന്ന് പെട്ടെന്ന് അല്ലല്ല, ഒരു വാക്കുകൂടെ, ഒറ്റ വാക്ക് പറഞ്ഞാൽ എനിക്ക് അവസാനിപ്പിക്കാം. ഒറ്റ വാക്ക് മതി, എന്നെ അനുവദിക്കൂ. എത്ര ഉള്ളു പേര്? പോറ്റിയെ കയറ്റിയത് ആരപ്പ? ഇതാണ് ചോദ്യം. അയ്യപ്പന്റെ മറുപടി എന്താണ്? അയ്യപ്പന്റെ മറുപടി ആരാണ്? പോറ്റിയെ കയറ്റിയത് ആരപ്പ? അപ്പൊ എന്താണ്? പ്രയാർ ഗോപാലകൃഷ്ണനാണപ്പ. കാരണം എന്താണ്? മാതൃഭൂമി കണ്ടെത്തിയത് 2009 മുതൽ ഭണ്ഡാരി ഇവിടെ ഉണ്ട്. അല്ലല്ല, പറയട്ടെ. അത് തന്നെയല്ലേ ചോദ്യം. ശബരിമല സന്നിധാനത്ത് പോറ്റി നിൽക്കുന്ന ചിത്രം ഞാൻ കാണിച്ചു തരാം. ആരോടൊപ്പം? അജയ് തറയിലിനോടൊപ്പം, പ്രയാർ ഗോപാലകൃഷ്ണനോടൊപ്പം, പ്രത്യേക ദർശനത്തിൽ. വേണ്ട, അവിടുത്തെ കൊടിമര പൂജയിൽ പോറ്റിക്കുന്ന കാര്യം ഞാനിപ്പോൾ മാധുവിന് ഇട്ടുതരാൻ ചോദ്യം. കോൺഗ്രസ് മറുപടി പറയണം. കൊടിമര പൂജയിൽ പോറ്റിക്ക് എന്ത് കാര്യം? ഏത് കാലഘട്ടത്തിൽ? പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാര്യത്തിൽ. പോറ്റിയെ കയറ്റിയത് ആരപ്പ എന്ന് പറഞ്ഞ ചിത്രത്തിന് നമ്മുടെ നാട്ടിൽ പ്രാമുഖ്യം വന്നത് പോറ്റിയെ കയറ്റിയത് കോൺഗ്രസ്. ആ പോറ്റിയെ ഇറക്കി വിട്ടില്ല. അതിന് ഞങ്ങൾ ജയിലിൽ കിടക്കുക. ഞങ്ങൾ ജയിലിൽ കിടക്കുകയാണ്. അതിന് പലപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. ശരി ഞാൻ മറ്റൊന്നിലേക്ക് പോട്ടെ. ശരി ബഹുമാനക്കുറവായി പോകും. അതിദീർഘമാണ്. ഞാൻ മറ്റുള്ളവരിലേക്ക് പോട്ടെ. കേറ്റിവൻ ജയിലിൽ പോകണ്ടേ? കേറ്റിവൻ ജയിലിൽ പോകണ്ടേ? മാധു കേറ്റിവൻ ജയിലിൽ പോകണ്ടേ? കേറ്റിവരെ ജയിലിൽ അടക്കണ്ടേ? ഉറപ്പായും നമ്മൾ അത് അങ്ങനെ തന്നെ വേണമെന്നുള്ളതാണല്ലോ ആദ്യഘട്ടം മുതൽ സ്വീകരിച്ച നിലപാടല്ല. ഞാൻ അങ്ങനെ അല്ല, കയറ്റിയവർ ആരാണ്, കയറ്റിയത് എന്നുള്ളത്, അതിന്റെ ഗൂഢാലോചന ആരുടെ പിന്നിലാണ് എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർത്തുക എന്നത് മാധ്യമ സ്ഥാപനം. സ്വർണ്ണം എടുത്തു കൊടുക്കാൻ ആര് പറഞ്ഞു?
ശരി, അത് ചോദിക്കാം. അതല്ലോ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ മറ്റു 2 അതിഥികളിലേക്ക് കൂടി പോട്ടെ, അവരോട് വലിയ ബഹുമാനക്കുറവായി പോകും. അതുകൊണ്ട് ഞാൻ വരട്ടെ. ശ്രീ ശ്യാംകുമാർ, ശ്രീ ശ്യാംരാജ്, അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഫോട്ടോ വെച്ചായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വലിയ ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഫോട്ടോ അവിടെ നിൽക്കട്ടെ, സുദീർഘമായ വീഡിയോ, ഒരൊറ്റ കട്ട് പോലും ഇല്ലാത്ത വീഡിയോ ഞങ്ങൾ തരാം. ഞങ്ങൾ പോറ്റിയുമായി മുഖ്യമന്ത്രിയെ എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടില്ല. അവിടെ ഇപ്പം പോലീസിൻ്റെയൊക്കെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വന്നിരിക്കുകയാണ്. അവരാണ് ഈ പരിപാടി മുഴുവനും കോർഡിനേറ്റ് ചെയ്തത്. അവിടെ മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള അനുഭാവമോ പരിചയമോ പോലും ഈ പറയുന്ന പോറ്റിയുമായി കാണിക്കുന്നില്ല. ഈ വീഡിയോ ഇങ്ങനെയാണ്, അതിനിടയിൽ നിന്ന് കൃത്രിമമായി ഉണ്ടാക്കിയതാണ് ഈ ചിത്രം എന്ന തരത്തിൽ അത് ക്ലാരിറ്റി വരുത്തിയിരിക്കുന്നു. സ്വാഭാവികമായും അപ്പുറത്തുള്ളവരും അതേപോലെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടതല്ലേ? സോണിയാഗാന്ധിയെ സന്ദർശിച്ച വീഡിയോ ഇതാണ്, ഇങ്ങനെയാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായിട്ടുള്ളത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തണ്ടേ? മാധു, ഇതിനകത്ത് സംശയമുള്ളത് എന്താണ്? സംശയം ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ. മുഖ്യമന്ത്രി ഈ പോറ്റിയുമായിട്ട് ചിരിച്ചോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരുന്നോ, അദ്ദേഹവുമായിട്ട് ചായ കുടിച്ചോ, അദ്ദേഹത്തിന് ചോറ് കൊടുത്തോ എന്നൊക്കെയുള്ളല്ലോ സംശയം. ഈ പറയുന്ന ഉണ്ണികൃഷ്ണ പോറ്റിയും നമ്മുടെ മുഖ്യമന്ത്രിയും ഒരു പരിപാടിയിൽ ഒരുമിച്ച് പങ്കെടുത്തു എന്നുള്ളതിൽ ഇവർക്ക് സംശയമില്ലല്ലോ, അതിനെ എതിർക്കുന്നുമില്ലല്ലോ. ആ വീഡിയോ AI ആണെന്ന് ഇവർ പറയുന്നില്ലല്ലോ. ആയിക്കോട്ടെ, അതവിടെ നിൽക്കട്ടെ, അത്ര ആയിക്കോട്ടെ. ഞാൻ ചോദിക്കുന്നത്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ യാതൊരു ഇൻ്റലിജൻസിൻ്റെ സംവിധാനവും ഇല്ലാതെ, യാതൊരു സെക്യൂരിറ്റി ക്ലിയറൻസും ഇല്ലാതെ ഒരാൾക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുമോ? സെക്യൂരിറ്റി ക്ലിയറൻസ് ഇല്ലാതെ കയറാൻ വേണ്ടിയിട്ട് പറ്റുമോ? അപ്പോൾ കൃത്യമായിട്ട് ഇന്റലിജൻസിനും പോലീസ് സംവിധാനങ്ങൾക്കും ഇത് ആരാണ് ഇവിടെ കയറുന്നതെന്ന് അറിയില്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ വകുപ്പിലെ പോലീസ് ക്ലിയറൻസ് കൊടുത്ത ഒരാൾ അദ്ദേഹത്തോടൊപ്പം വന്നിരിക്കുക, അദ്ദേഹത്തോടൊപ്പം ഒരു വളരെ ലിമിറ്റഡ് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം ഈ പറയുന്ന മുഖ്യമന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നോക്കി ചിരിച്ചില്ല, ചായ കുടിച്ചില്ല, ചായ കൊടുത്തില്ല എന്നൊക്കെ പറയുന്നതിന് എന്ത് ന്യായമാണുള്ളത് മാധു? ഇതൊക്കെ വെറുതെ ഇവരുടെ ഒരുമാതിരി എന്താ പറയുന്നത് ന്യായീകരണങ്ങൾ, അടുത്തടുത്ത് പുതിയ ക്യാപ്സ്യൂൾ വരുന്ന മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ അടുത്ത കാര്യം ചോദിക്കട്ടെ, ഈ പറയുന്ന ഇവരുടെ നേതാവ്, ഇവരുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന, ഇവരുടെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള, ഇവരുടെ MLA ആയിരുന്ന പത്മകുമാർ എന്ന് പറയുന്ന ഇവരുടെ നേതാവ്, ആ നേതാവിന്റെ വീട്ടിൽ സ്ഥിര സന്ദർശകനായിരുന്ന ആര്? ഉണ്ണികൃഷ്ണൻ പോറ്റി. അതേ അല്ലല്ലോ. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള, ഇവരുടെ CPM നേതാവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് AI ക്രിയേറ്റ് ചെയ്യപ്പെട്ടതല്ലോ. ഇനി അടുത്തത് വാസു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒക്കച്ചെങ്ങായി, മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനുമായിട്ടുള്ള വാസുവിന് ഈ പറയുന്ന പോറ്റി കത്തെഴുതിയിരുന്നു എന്നുള്ളതിനകത്ത് തെറ്റൊന്നുമില്ലല്ലോ. അതും ഒന്നുമല്ലല്ലോ. അദ്ദേഹവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ ഒന്നുമല്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സർക്കാർ കടകംപള്ളിയുമായിട്ടുള്ള ചിത്രങ്ങൾ ആണെന്ന് അവർക്ക് അഭിപ്രായമില്ലല്ലോ. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സർക്കാരിൻ്റെ ആളുകൾക്ക്, മന്ത്രിമാർക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അതിനേതെങ്കിലും രീതിയിൽ ന്യായീകരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ ജയിലിൽ കിടക്കുന്നില്ലേ? ഇപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ ജയിലിൽ കിടക്കുകയാണല്ലോ. ആ ജയിലിൽ കിടക്കുന്ന ആൾക്ക് ഇവരുമായിട്ട് ബന്ധമില്ല എന്നൊരു അഭിപ്രായമുണ്ടല്ലോ. മാധു, ഈ ഒരു കാര്യം ഇവിടെ നിന്നെല്ലാം കടന്ന് ഒരുപാട് അകലങ്ങളിലേക്ക് പോയിരിക്കുന്നു. ഇത് കേവലം ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളെ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾക്കപ്പുറത്തേക്ക് അന്താരാഷ്ട്ര സ്വർണ്ണ കള്ളക്കടത്ത്, അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വലിയൊരു തലത്തിലോട്ട് പോയിരിക്കുകയാണ്. ഇപ്പൊ ഇന്നും ഇന്നലെയും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ കൊടുക്കുന്ന വാർത്ത എന്താണ്? കേരളത്തിൽ വന്നിട്ട് ഈ ഡി മണി എന്ന് പറയുന്ന ആള് ഏകദേശം 1000 കോടി രൂപയുടെ ബിസിനസ് നടത്തിയിരുന്നു, അല്ലെങ്കിൽ കൊള്ള നടത്തിയിരുന്നു. ആ കൊള്ളയുടെ 500 കോടി ആദ്യം കൊടുക്കുകയുണ്ടായി, രണ്ടാമത് 500 കോടി കൊടുക്കാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. അപ്പോൾ ചില മാധ്യമങ്ങളിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ നമ്മുടെ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ തന്നെ പല അമൂല്യമായിട്ടുള്ള വസ്തുക്കളും ഒരുപക്ഷെ വിഗ്രഹങ്ങളും അവിടെ നിന്ന് കടത്താൻ വേണ്ടിയുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഇല്ല എന്ന് ഇവർക്ക് അഭിപ്രായമുണ്ടോ? സർക്കാർ നിഷേധിച്ചിട്ടുണ്ടോ? SIT നിഷേധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല നിഷേധിച്ചിട്ടുണ്ടോ? അപ്പോൾ ആ ഒരു സമയത്ത് ഈ തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നുള്ള കള്ളക്കടത്ത് നടത്തുമെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് നമ്മൾ മാധ്യമങ്ങളിലൂടെ 2020-2021 കാലഘട്ടങ്ങളിൽ കേട്ടതുമാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയേ. ഇതിന് ഉത്തരവാദികൾ ആരാ? ഇതേ ചോദ്യം തന്നെ തിരിച്ചുമില്ലേ? ഇപ്പൊ മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ള അതേ ലോജിക്ക് തന്നെ ശ്രീമതി സോണിയാഗാന്ധിനെ ഇയാൾ കാണാൻ വേണ്ടി പോകുമ്പോൾ ഉണ്ടാവണ്ടേ? ആരോരും അറിയാത്ത ഒരാൾ, കേരളത്തിലല്ല കർണാടകത്തിലും ബാംഗ്ലൂരിലും മാത്രമുള്ള ഒരാൾ എങ്ങനെയാണ് കോൺഗ്രസ് ഈ രാജ്യം ഭരിക്കുമ്പോൾ, UPI രാജ്യം ഭരിക്കുമ്പോൾ, അന്നത്തെ സോണിയാഗാന്ധിയുടെ പവർ എന്താണെന്ന് നമുക്കെല്ലാം അറിയാം. അങ്ങനെ ഒരു വ്യക്തിയെ വെറുതെ അങ്ങോട്ട് പോയി കാണാൻ വേണ്ടിയിട്ട് പറ്റുമോ?
ഇപ്പൊ ഇന്നിപ്പോ അടൂർ പ്രകാശ് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അനുസരിച്ചിട്ട് മുഖ്യമന്ത്രി ഞങ്ങളെക്കാളും മുമ്പേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയാം എന്നേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് അറിയില്ല എന്നൊരു അഭിപ്രായം ഒന്നും അവർക്കില്ല. അതായത് മുഖ്യമന്ത്രി ഞങ്ങളെക്കാളും മുമ്പേ പോയി കണ്ടു, അവർ കണ്ടിട്ടില്ല എന്നോ അവർക്ക് ബന്ധമില്ല എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെല്ലാൻ വേണ്ടി പറ്റുന്നത്? എങ്ങനെയാണ് ശ്രീമതി സോണിയാഗാന്ധിയുടെ അടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചെല്ലാൻ വേണ്ടി പറ്റുന്നത്? അതാണ് ഞങ്ങൾ പറയുന്നത്. ഈ കാലം ഇത്രയുമായിട്ട് കഴിഞ്ഞ 10-30 വർഷത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും കണക്ക് വസ്തുവകൾ നമുക്ക് നോക്കണം. ഇപ്പൊ മലബാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായുള്ള ശ്രീ ഒക്കെ വാസു പറഞ്ഞെന്താണ്, മലബാർ ദേവസ്വം ബോർഡിൽ അങ്ങനെ ഒരു കണക്കേ ഇല്ല. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിലെ വസ്തുവകകളുടെ കണക്ക് പോലും ഇല്ലാന്ന്. മറ്റ് ദേവസ്വത്തിന്റെ അവസ്ഥ എന്താണ്? എന്താ തിരുവിതാംകൂർ ദേവസ്ഥയിലെ അവസ്ഥ എന്താണ്? അപ്പോ ഒറ്റ ലാസ്റ്റ് വൺ അപ്പോ രണ്ട് കേരളം മാറി ഭരിച്ച അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് കൈയാളിയിരുന്ന LDF-നും UDF-നും ഒരേപോലെ ഇതിന് പങ്കുണ്ട്. VS ശിവകുമാർ ദേവസ്വം വകുപ്പിന്റെ മന്ത്രിയായിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ അനിയന്റെ പേരിൽ 1.5 കോടിയുടെ വിജിലൻസ് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ശ്രീ പ്രമോദ് പുൻകര, ഞാൻ അങ്ങേലേക്ക് വരാം. ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരു ബ്രേക്ക് പോകാൻ താമസിക്കും, അതുകൊണ്ടാണ് ബ്രേക്കിന് ശേഷം ഞാൻ അങ്ങേലേക്ക് വരാം. ദീർഘമായി ഇടവേള. തിരികെ സ്വാഗതം ചർച്ചയിലേക്ക്. ശ്രീ പ്രമോദ് പുൻകര, ഇപ്പോൾ ആദ്യ LDF സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമാണ് ഈ സർക്കാർ ഭരിക്കുന്ന കാലത്ത് അവതാരങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത്. അത് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലൊക്കെയാണ് അങ്ങനെ ഒരു കമന്റ് തന്നെ ഉണ്ടാകുന്നത്. ഇതിപ്പോൾ പക്ഷെ നമ്മൾക്ക് അയ്യപ്പനേക്കാൾ വലുത് എന്ന് നാട്ടുകാരെ കൊണ്ട് തോന്നിപ്പിക്കാനുള്ള ഒരു അവതാരത്തിന്റെ ശ്രമം നിരന്തരം കാണേണ്ടി വരികയാണ്. എവിടെയൊക്കെയാണ് അയാൾക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നത്? അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയുടെ ഒപ്പം പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഒരു പൊതുപരിപാടി എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളുള്ള ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഡൽഹിയിലെ ഏറ്റവും സുരക്ഷാ കേന്ദ്രങ്ങളിലൊന്നായ സോണിയാഗാന്ധിയുടെ ഏറ്റവും അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്നു. സോണിയാഗാന്ധിക്ക് സമ്മാനം നൽകാൻ കഴിയുന്നു. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാന രാഷ്ട്രീയ നേതാക്കൾ ആ ചടങ്ങിന്റെ ഭാഗമാകുന്നു. അവർ തന്നെ പോറ്റി വിളിച്ചതുകൊണ്ടാണ് ചെല്ലുന്നത് എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നു. ഈ നിലയ്ക്ക് എങ്ങനെയാണ് ഒരു അവതാരത്തിന് ഇതൊക്കെ സാധ്യമാവുക? വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള പവർ ബ്രോക്കേഴ്സ്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയാധികാരത്തിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് അതിലുള്ള ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന ആളുകൾ, കൊള്ള നടത്തുന്ന ആളുകൾ, ഇവരെല്ലാം തന്നെ ചെയ്യുന്ന അതേ മോഡസ് ഓപ്പറാൻഡിയാണ് നമ്മൾ പോറ്റിയിലും കാണാൻ കഴിയുന്നത്. അയാൾ എല്ലാ രാഷ്ട്രീയക്കാർക്കും ഒപ്പമുണ്ട്, എല്ലാ രാഷ്ട്രീയാധികാര കേന്ദ്രങ്ങളുടെയും ഒപ്പമുണ്ട്. അയാൾക്ക് മുഖ്യമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും ഒക്കെ ഓഫീസിലൊക്കെ കയറി ചെല്ലുന്നതിന്, അവരുടെ കാര്യാലയങ്ങളിൽ കയറി ചെല്ലുന്നതിന് വളരെ സുഗമമായ പാത ഒരുക്കുന്നതിന് അവിടെ ആളുകളുണ്ട്. ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിലുള്ള ആളുകളുടെ രീതിയാണ്. നമ്മൾ ചന്ദ്രസ്വാമിയോട്ട് എന്ന് പറയുന്ന അദ്രാൻ ഖഷോഗിയും ചന്ദ്രസ്വാമിയും ഒക്കെ ആയിട്ട് കേട്ടുവരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അവിടുന്ന് ഒട്ടിങ്ങോട്ട് ഡൽഹിയിലൊക്കെ ഇത് വളരെ സുഗമമായി നടത്തിക്കൊടുക്കുന്ന നിരവധി ആളുകളുണ്ട്. വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള അധികാര രാഷ്ട്രീയത്തിൻ്റെ സുഗമമായ പാത സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരും കേന്ദ്രവും തമ്മിലൊന്നും അത്തരത്തിൽ സാധ്യമാവില്ല എന്നുള്ളതുകൊണ്ട് ശമ്പളം കൊടുത്ത് സർക്കാർ ഖജനാവിൽ നിന്നും പണം കൊടുത്ത് അത് സുഗമമാക്കുന്നതിന് വേണ്ടി പ്രതിനിധികളെ നിയമിച്ചൊരു സംസ്ഥാനം കൂടിയാണ് കേരളം. അതിൻ്റെ ഒരു ഔദ്യോഗിക രൂപമാണ്, വേർഷനാണ് നമ്മൾ ആ കാണുന്നതൊക്കെ. അപ്പോൾ ഇതെല്ലായിടത്തും ഉണ്ട് ഇത്തരം ആളുകൾ നിങ്ങളുടെ രാഷ്ട്രീയാധികാരവുമായിട്ട് ഇടപെടുന്നതിനെ നിങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ നിയന്ത്രിക്കാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങളുടെ രാഷ്ട്രീയമായ ഇൻറ്റഗ്രിറ്റി, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റിയെ സൂചിപ്പിക്കുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയ മൂല്യബോധം. അത് കേരളത്തിലില്ല എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ഈ ശബരിമലയിലേക്ക് സ്പെസിഫിക്കലി വരാം. അതിനു മുമ്പ് നിങ്ങൾ നോക്കും, മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് അടുപ്പമുള്ള ആളുകൾ, ഇവരെല്ലാം വളരെ കൃത്യമായ ഇത്തരത്തിലുള്ള ഇൻറ്റഗ്രിറ്റി പുലർത്തുന്നവരാണോ? അല്ലല്ലോ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കരിമണൽ കർത്ത എന്നുള്ള ഒരു അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു കരിമണൽ വ്യവസായിയുടെ സ്ഥാപനത്തിലെ കണക്കുകളുടെ എക്സൽ ഷീറ്റും വേർഡും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പണിക്ക് അവർക്ക് കരാർ കൊടുത്തതിന് കോടിക്കണക്കിന് രൂപ അവർക്ക് കൈമാറ്റം ചെയ്തു എന്നുള്ളത് അത് നിയമപരമായ മാർഗത്തിലൂടെ കൊടുത്ത ഒരു സേവനത്തിന് കൊടുത്ത പ്രതിഫലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് മനുഷ്യരെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-കാർ. ശ്രമിക്കുകയാണ് അവർ. എന്താ കാരണം? ഇത്തരത്തിലുള്ള ആളുകളുമായി രാഷ്ട്രീയാധികാരത്തിൻ്റെ ബന്ധമാണ്. കേരളത്തിൽ പാരിസ്ഥിതിക ലംഘനത്തിന്, വ്യവസായ നടത്തിപ്പിലെ നിരവധി നിയമലംഘനങ്ങൾക്ക് ആരോപണം നേരിടുന്ന ഒരു വ്യവസായിയിൽ നിന്നാണ് മുഖ്യമന്ത്രിയുടെ മകൾ ആ സേവനത്തിനുള്ള പ്രതിഫലമായി എന്നുള്ള മട്ടിൽ നമുക്കൊക്കെ കാണാൻ കഴിയുന്ന പോലെ വളരെ കൃത്യമായിട്ടുള്ള ഒരു തട്ടിപ്പ് കരാറാണത്. നിയമപരമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിയമപരമായിട്ട് നിലനിൽക്കും, പക്ഷേ അത് വാസ്തവത്തിൽ ഒരു തരത്തിലുള്ള അണെത്തിക്കലായിട്ടുള്ള കോഴ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു സാധനമാണ്. അങ്ങനെയുള്ള ഒന്നിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഇടപെട്ടത്. നമുക്ക് എന്തെങ്കിലും പരാതി, CPM-കാർക്ക് എന്തെങ്കിലും പരാതി ഉണ്ടായോ? CPM-ന്റെ നേതൃത്വം അതിൽ ഇടപെട്ടോ? ഇല്ല.
അതായത് ഇത്തരത്തിലുള്ള പൗരപ്രമുഖന്മാർക്ക് അത് പോറ്റി മുതൽ ഈ പറയുന്ന കരിമണൽ വ്യവസായ വരെയുള്ള ആളുകൾക്കെല്ലാം ഇത്തരത്തിൽ അങ്ങേക്കതിന് മറുപടി പറയാം. എനിക്ക് മറുപടി പറയാൻ സൗകര്യപ്പെടുകയല്ല. 10 ലക്ഷം രൂപ ശിക്ഷ കൊടുക്കുമെന്ന് പറഞ്ഞ എന്നിട്ട് ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഇതിന് എന്നെ കിട്ടത്തില്ല, ഇത്ര ആളുകളോട് ചർച്ചയ്ക്ക് സൗകര്യപ്പെടുകയില്ല. 10 ലക്ഷം രൂപ സുപ്രീം കോടതിയിൽ പിഴയടിക്കും ഒരു വിഷയം ഇതല്ല. 2 ഹൈക്കോടതി കുട്ടിക്ക് അടി വാങ്ങിച്ച മാത്യു കുഴൽനാടനുണ്ട് കിടക്കുക. എന്നിട്ട് ഒരാൾ വന്നിരുന്നിട്ട് വിളമ്പ് കാണും ഈ കേസിനകത്ത്. ആ പണിക്ക് നിന്ന് തരാൻ സൗകര്യപ്പെടുകയാണ്. പറയാണ് അയാളെ പുറത്താക്കിയില്ല, ഞാൻ ഈ തോന്നിവാസം പറയുന്ന ആളുകളെ പുറത്താക്കിയില്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ പറയുന്ന തെമ്മാടി കൂട്ടത്തോടൊപ്പം ചർച്ചയ്ക്കില്ല. അത്തരം പരാമർശങ്ങൾ പാടില്ല. അത്തരം പരാമർശങ്ങളെ പാടില്ല. നോക്കൂ, ഈ പാനലിൽ 4 പേരുണ്ട്. ഈ പാനലിൽ 4 പേരുണ്ട്. അങ്ങനെ പറഞ്ഞ അപ്പൊ അദ്ദേഹം പറഞ്ഞതിനേക്കാൾ ഗൗരവകരമായി അധിക്ഷേപകരമായ വാക്കല്ലേ അങ്ങ് ഉപയോഗിച്ചത്? കാര്യമല്ല, ഇത് കേൾക്കാൻ സൗകര്യമില്ല. അല്ല, ഈ പാനലിലുള്ള എല്ലാവരും ഞാൻ ഉൾപ്പെടുന്നതായിരിക്കുമല്ലോ അല്ലെ? സ്വാഭാവികമായും ഈ പാനലിൽ ഇതിന്റെ ബോർഡിലിരിക്കുന്ന ആളുകളെ മുഴുവനും ചാനൽ വേണ്ട, ഒരു ചാനലും വേണ്ട. ഇവിടെ ഒരു ചാനലിലും ഞങ്ങൾക്ക് ചാനൽ വേണ്ട എന്നൊക്കെയുള്ളത് വല്ലാത്ത തിക്കൂരമായി പോയി. അല്ല, ചാനൽ അങ്ങനെയൊന്നും പറ്റില്ല. ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്ന് വഴങ്ങുമോ? എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചാൽ എനിക്കൊന്നും കേൾക്കാൻ കഴിയില്ല. 10 ലക്ഷം രൂപ പിഴയടിക്കും എന്ന് പറഞ്ഞ കേസിനെ കുറിച്ചാണ് ഇവിടെ വർത്താനം പറയുന്നത്. ശരി. നോക്കൂ, അല്ല, നമ്മൾ ഈ വിഷയവുമായി ബന്ധമില്ലാത്ത ഒരു വിഷയത്തിൽ കഴിഞ്ഞ 10 മിനിറ്റോളമായി സമയം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു. ആ വിഷയം അവസാനിപ്പിക്കൂ. ആ വിഷയം അവസാനിപ്പിക്കൂ. അല്ല, ചർച്ചയ്ക്ക് ഞങ്ങളില്ല. മാധു തടഞ്ഞില്ല. ആ വിഷയത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊന്ന് പറയട്ടെ. ഭയമില്ല. ആ ചർച്ചയ്ക്ക് ഭയമില്ല എന്നുള്ളത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. ആ വിഷയം ചർച്ച ചർച്ചയ്ക്ക് വിളിച്ചാൽ ഞങ്ങളില്ല. ശരി, ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അല്ലല്ല, ഇന്ന് സൗകര്യപ്പെടുകയല്ല. കാരണം സുപ്രീം കോടതി ശിക്ഷിച്ച കേസാ, സുപ്രീം കോടതി വിധിച്ച കേസാ മാത്യു കുഴൽനാടനെ. 10 ലക്ഷം എന്നാ പറഞ്ഞത്. ആ ഓടിയ കുഴൽനാടൻ ചത്തു. ആ കുഴൽനാടന്റെ കേസ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്കെതിരെ ഞാൻ എന്താ പറയേണ്ടത്? അതാ ഞാൻ പറയുന്നത്. ഈ തെമ്മാടിക്കൂട്ടം, മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്ന തെമ്മാടിക്കൂട്ടത്തിന് കൂടെ ചർച്ചയ്ക്കില്ല. ശരി, ഇങ്ങനെയാണെന്ന് എനിക്ക് അതിനെ പ്രോത്സാഹിപ്പിക്കാനും കഴിയില്ല. ശ്രീ അനിൽകുമാർ, രാഷ്ട്രീയമായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ. ശരി, ഓക്കെ. അല്ല, അതിനൊന്നും തലകുനിക്കാൻ നമുക്കും നിർവാഹമില്ല ശ്രീ അനിൽകുമാർ. അല്ല, ഈ ബോർഡിലുള്ള മുഴുവൻ ആളുകളെ, അത്തരം പരാമർശങ്ങൾ നടത്തിയവരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളെയും എന്നെയും ഉൾപ്പെടെ തെമ്മാടിക്കൂട്ടമെന്ന് അങ്ങ് വിളിച്ചതിന് ശേഷം അങ്ങ് ഈ ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ടി വരുന്ന അവസ്ഥ എനിക്കുമില്ല. ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങയോടെ ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ സമ്മതം നൽകുന്നു. ശ്രീ അനിൽകുമാർ, ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ. അങ്ങ് പിരിഞ്ഞോളൂ. ശരി. അല്ല, അങ്ങേക്ക് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടമെന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ, അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച 3 പേർ തെമ്മാടിക്കൂട്ടങ്ങളിൽ എന്നെ പറഞ്ഞോളൂ. എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങ് ബഹുമാനിച്ച് ഞാൻ വേണമെങ്കിൽ കേൾക്കാം. നമ്മൾ അതിനു മുമ്പ് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ. ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ചർച്ച തെമ്മാടിക്കൂട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ ശ്രീ അനിൽകുമാർ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇറച്ചിക്കടയ്ക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. CPM-ന്റെ നാവിൽ നിന്ന് തന്നെ കേട്ടിട്ടുണ്ട്. അതെ, ശരിയാണ്. എന്നെ ചർച്ചയ്ക്ക് വിളിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ്. അതെ, ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ്. അതാണ് ചർച്ചയെങ്കിൽ ഇതിനു മുൻപ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും CPM ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ടെന്നേ. ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ടും മറുപടി പറഞ്ഞിട്ടുമുണ്ടെന്നേ. അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത്, മാധുവിനെ അല്ല പറഞ്ഞത്. അല്ല, ഈ ചർച്ചയിലിരിക്കുന്ന തെമ്മാടിക്കൂട്ടം എന്നങ്ങ് പറഞ്ഞു.
തെമ്മാടി കൂട്ടത്തിൽ കൂടെ ചർച്ചയിലില്ല എന്നങ്ങ് പറഞ്ഞു. അപ്പോൾ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ ആൾ. മറ്റു 3 പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും. ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തിനിക്ഷേപം നടത്തിയതിനു ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എന്നങ്ങ് പറഞ്ഞാൽ എനിക്ക് നിവൃത്തിയില്ല. ശ്രീ അനിൽകുമാർ, ഒന്നുകിൽ അനിൽകുമാർ പുറത്തു പോകണം, അല്ലെങ്കിൽ മാപ്പ് പറയണം. ഒന്നുകിൽ അനിൽകുമാർ മാപ്പ് പറയണം ആ പദപ്രയോഗത്തിന്, അതല്ലെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. മര്യാദയ്ക്ക് സംസാരിക്കാൻ ഞങ്ങളെ മുഴുവൻ പേരെ അപമാനിച്ചിരിക്കുകയല്ലേ, ഞങ്ങളെ എല്ലാവരെയും അവഹേളിച്ചിരിക്കുകയാണ്. ഒന്നുകിൽ അദ്ദേഹം മാപ്പ് പറയണം, അതല്ലെങ്കിൽ പുറത്തു പോകണം. മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഞാൻ പറഞ്ഞില്ല, ബിജെപിയുടെ പ്രതിനിധിയെ പറഞ്ഞില്ല. തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ശ്രീ അനിൽകുമാർ ഉപയോഗിച്ചത്. അങ്ങ് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. തെമ്മാടിക്കൂട്ടത്തിനൊപ്പം ചർച്ചയിലിരിക്കാൻ കഴിയില്ല എന്ന് അങ്ങ് പറഞ്ഞു. സ്വാഭാവികമായും മറ്റുള്ളവർക്ക് അത് പറയാമല്ലോ. തെമ്മാടിക്കൂട്ടം എന്ന് വിളിക്കുമ്പോൾ ഞങ്ങളെയൊക്കെ പറഞ്ഞതുപോലെയാണ്. മാപ്പ് പറയണം. ആ പദപ്രയോഗം തെറ്റായിപ്പോയി, പിൻവലിച്ച് മാപ്പ് പറയണം. അതല്ലെങ്കിൽ മാതൃഭൂമി അദ്ദേഹത്തെ പുറത്താക്കണം. ഇത്തരത്തിലുള്ള വാക്കുകൾ പറയുന്നത് ശരിയാണോ? ശരിയാണോ? വളരെ മോശമായിപ്പോയി അനിൽ, വളരെ മോശമായിപ്പോയി. എന്നൊക്കെ പറഞ്ഞില്ലേ ശ്രീ അനിൽകുമാർ? കുഴൽനാടൻ ചത്തു എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെ പറയാമോ? അങ്ങനെ പറയാമോ? 4 പേര് കൂടി ഒച്ചയിട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. 4 പേര് കൂടി ശബ്ദമിട്ടാൽ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ എല്ലാവരും മുതിർന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും. ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്യാമരാജൻ. നിങ്ങൾ ആരെങ്കിലും നിർത്തിയാലല്ലേ എനിക്കൊന്ന് പറയാൻ കഴിയുള്ളൂ. നിങ്ങൾ നിർത്തിയാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. നിങ്ങൾ അവസാനിപ്പിച്ചാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. എനിക്കൊരു മിനിറ്റ് തരൂ. ഇനി ദയവ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടോ? ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ ശ്യാമരാജ്, എന്നാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ. ഇതിൽ തർക്കമൊന്നുമില്ലെന്നേ. ഇത് ആക്രമിക്കുക, അപമാനിക്കുന്നതിനൊന്നും നിന്ന് തരാൻ സൗകര്യപ്പെടുകയില്ല. ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് സുപ്രീം കോടതി വരെ തീർപ്പാക്കിയ ഒരു കേസിനകത്ത് വീണ്ടും ഞാൻ സംസാരിച്ചോട്ടെ. ഞാൻ സംസാരിച്ചോട്ടെ. നിങ്ങൾ 4 പാനലിസ്റ്റുകളും എന്നോടാണല്ലോ ചോദിക്കുന്നത്. ഞാനൊന്ന് സംസാരിച്ചോളട്ടെ. ഇപ്പോൾ ഈ ചർച്ചയിൽ സ്വാഭാവികമായും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു പരാമർശമുണ്ടായി. അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ സർക്കാരിന്റെ കാലത്ത് മുഖ്യമന്ത്രി അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരിയോട് ചോദിച്ചത്. സ്വാഭാവികമായും അദ്ദേഹത്തിന് പല കേസുകൾ എടുത്തു പറഞ്ഞുകൊണ്ടേ അതിൽ പരാമർശം ഉണ്ടാകാൻ പാടുള്ളൂ. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് മിണ്ടാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ വിഷയത്തിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. ആ വിഷയത്തിൽ CPM അടക്കവും ചർച്ചയ്ക്കിരുന്നിട്ടുണ്ട്. അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയവും ഞാൻ തരും. അങ്ങയുടെ ഉത്തരവിന്റെ ഭാഗമായി അങ്ങ് ഉപയോഗിച്ച 2 വാക്കുകളാണ് പ്രകോപനപരമായത്. ഒന്ന്, അത് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ്. ഈ ചർച്ചയിൽ തെമ്മാടിക്കൂട്ടവുമായി തുടരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാനും മറ്റ് പാനലിസ്റ്റുകളും ഉൾപ്പെടെ എല്ലാവരും അതിന്റെ ഭാഗമായി വരികയാണ്. അതിൽ സ്വാഭാവികമായും അവർക്ക് വിമർശനം ഉണ്ടാവും. രണ്ടാമത്തേത് കുഴൽനാടൻ ചത്തു എന്നാണ്. ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധി, ഒരു സാധാരണ മനുഷ്യൻ ചത്തു എന്നൊക്കെ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പരാമർശം നടത്തി സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് അതിൽ വിമർശനം ഉണ്ടാകും. ഇനി പ്രമോദ് പുഴങ്കരിയുമായി അങ്ങ് ഈ ചർച്ചയ്ക്ക് മുന്നോട്ട് പോകില്ല എന്ന് മാത്രമാണ് അങ്ങ് ഉദ്ദേശിച്ചത് എന്ന് പറയുന്നു. അങ്ങ് ഒരു ചർച്ചയിൽ ഒരാളുണ്ടെങ്കിൽ ഞാൻ മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന വഴിക്ക് ശ്രീ പ്രമോദ് പുഴങ്കര, അഡ്വക്കേറ്റ് K. അനിൽകുമാറിന് ബുദ്ധിമുട്ടുണ്ട്, അങ്ങ് ഇറങ്ങിപ്പോണമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ അങ്ങേ എങ്ങനെ ക്ഷണിച്ചോ അങ്ങനെ തന്നെയാണ് ശ്രീ പ്രമോദ് പുഴങ്കരയും ക്ഷണിച്ചത്. അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പറഞ്ഞു തീർക്കുകയാണ് ചർച്ചയിൽ ചെയ്യാൻ കഴിയുന്നത്. ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ ബഹുമാനത്തോടു കൂടി വിളിച്ചു വരുത്തിയ പാനലിസ്റ്റുകളാണ്. ഒരു മനുഷ്യനെയും ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനൊരു ഇടവേള എടുക്കുകയാണ്. ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് താല്പര്യമുള്ളവർക്ക് തുടരാം. ഇടവേള. തിരികെ സ്വാഗതം. ചർച്ചയിൽ അഡ്വക്കേറ്റ് K. അനിൽകുമാർ ഈ ചർച്ച ബഹിഷ്കരിച്ചിരിക്കുന്നു. ശ്രീ പ്രമോദ് പുഴങ്കര, അങ്ങേക്ക് പൂർത്തീകരിക്കാം. CPMന്റെ പാനലിസ്റ്റ് മറുപടി പറയാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ മറുപടി പറയേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കി അങ്ങ് പൂർത്തീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ല, CPMന്റെ പ്രതിനിധി ചർച്ചയുടെ പാനലിൽ ഇല്ലെങ്കിലും CPM എന്ന് പറയുന്ന ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ പുറത്ത് മറുപടി പറയാൻ വേണ്ടിയിട്ട് നമുക്കിത്തരം ഡിബേറ്റിംഗ് പ്ലാറ്റ്ഫോമിൽ ചോദ്യമൊക്കെ ചോദിക്കാം. പിന്നെ ഇതൊക്കെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ, സംവാദ വിരുദ്ധമായ ശൈലികളാണ്. ഇത് ഇന്നും ഇന്നലെയുമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്നതല്ല. ഇത് ഒരു ഇത്തരത്തിലുള്ള പരിപാടികളാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇതിനെ ഒന്ന് അംഗീകരിച്ച് ഇതിന് മുമ്പിലൊക്കെ കുനിഞ്ഞു നിന്ന് പോകേണ്ട ഒരു സംഭവമല്ല. ഇത് തിരുത്തുന്നതിന് വേണ്ടിയിട്ട്, ഇതിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, ജനാധിപത്യ സമൂഹത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ സമരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിരട്ടലുകളൊന്നും വേണ്ട എന്ന് ഇറങ്ങിപ്പോയ അനിൽകുമാറിനോട് മാത്രമല്ല CPM നേതൃത്വത്തോടും അത്തരത്തിലുള്ള ധാരണയുള്ള എല്ലാവരോടും ഇവിടെ തന്നെ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ അവതാരങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കൊന്നും മുഖവിലേക്ക് എടുക്കുന്നതിന് കേരളീയ സമൂഹത്തിന് തയ്യാറാകാൻ കഴിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഈ കരിമണൽ വ്യവസായിയുടെ ഉദാഹരണം തൊട്ട് ഇങ്ങോട്ട്
മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ പൗരപ്രമുഖന്മാർക്ക് പ്രത്യേക സീറ്റുള്ള കാര്യാലയമാണ് മുഖ്യമന്ത്രിയുടെ എന്ന് മലയാളികൾക്കെല്ലാം അറിയാം. അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഭരണം നടക്കുന്നത്, അങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഇപ്പോൾ നോക്കൂ, ഈ പോറ്റിയെ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ അനിൽകുമാർ ഇവിടെ പോകുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, ഈ ഒരു സ്വർണ്ണക്കടക്കാരൻ, ഒരു സ്വർണ്ണ മുതലാളി, അദ്ദേഹം ഇടപെട്ടതോടുകൂടി കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട സ്വർണ്ണ കടത്തിൻ്റെ പ്രശ്നങ്ങളിലൊക്കെ അന്വേഷണം വഴിമുട്ടിയെന്നൊക്കെ. ഇതേ സ്വർണ്ണ മുതലാളിയുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനും അറിയാവുന്ന ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഇവിടെ അയാളുടെ കയ്യിൽ നിന്നും വളരെ തുച്ഛമായ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രി നടത്തേണ്ട ഒരു ഫ്ലാഗ് ഓഫ് ഒക്കെ ആണോ ഈ വളരെ തുച്ഛമായ വിലയ്ക്കുള്ള ഒരു സാധാരണ വ്യക്തിക്ക് ഒരു സാമാന്യമായ സാമ്പത്തിക വരുമാനത്തിന് മുകളിൽ നിൽക്കുന്ന ഈ കേരളത്തിലേക്ക് ഒരാൾക്ക് വാങ്ങാവുന്ന ഒരു വണ്ടിയാണ് ഈ സ്വർണ്ണ മുതലാളി ഇവിടെ വാങ്ങിക്കൊടുത്ത് പോലീസിന്, കേരളത്തിലെ പോലീസ് വകുപ്പിനെ ആംബുലൻസ് ആയിട്ട് ഉപയോഗിക്കാൻ കൊടുത്തു എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിന് അദ്ദേഹം വരുന്നു, അയാളുടെ കൂടെ ഈ പോറ്റി എന്ന് പറയുന്ന ആൾ വരുന്നു. ഇവരൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സാധാരണ എല്ലാവർക്കും കയറി ചെല്ലാവുന്ന സ്ഥലമാണോ? അവിടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, നിങ്ങൾക്ക് ആ ദൃശ്യങ്ങളിൽ കാണാമല്ലോ, മുഖ്യമന്ത്രിയുടെ ഒപ്പം ചിത്രമെടുക്കുന്നതിന് വേണ്ടി പോറ്റിയെയും അയാളുടെ ഒപ്പമുള്ളവരെയും വീണ്ടും നിർത്തി കൊടുക്കുന്നത് പിന്നിൽ നിൽക്കുന്ന ശശിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോയിൽ കാണാം. ഞാൻ പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്സസ് കൊടുക്കുന്നു. മുഖ്യമന്ത്രി, ഞാനിപ്പോൾ പിണറായി വിജയൻ നേരിട്ട് പോറ്റിയെ കണ്ട് താൻ പോയി ഇതുവരെ നടത്തിയ കൊള്ളയുടെ ഒരു പങ്ക് എനിക്കിതാ എന്ന് പറഞ്ഞു എന്നുള്ള ഇത്തരം ആരോപണങ്ങളൊന്നുമല്ല നമ്മൾ ഉന്നയിക്കുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ആഫീസ് മുതൽ CPIM-ന്റെ നേതൃത്വത്തിലുള്ള ആളുകളിൽ പലരുമായിട്ടും അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായി അറിയുന്ന പോലെ CPIM-ന്റെ മുൻ MLA-യും സംസ്ഥാന മെമ്പറും ഒക്കെ ആയിട്ടുള്ള പത്മകുമാറും വാസുവും ഇവരുടെ ആൾക്കാരുമല്ലേ ഈ ജയിലിൽ കിടക്കുന്നത്. എന്നിട്ട് നമ്മളീ പറയുന്നത് ഇവര് ജനങ്ങളുടെ നേരെ എന്താ ഇത് പറയുന്നവർക്ക് നേരെ മെക്കിട്ട് കയറുക എന്നുള്ളൊരു പരിപാടിയാണ് എടുക്കുന്നത്. അതായത് CPIM-ന്റെയും ഭരണത്തിൻ്റെയും നേതൃതലത്തിലുള്ള ആളുകളുമായിട്ട് അടുത്ത ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ആക്സസ് കിട്ടുക. ഈ ആക്സസ് ഉപയോഗിച്ചിട്ടാണ് 2019-ലും 2025-ലുമൊക്കെ ഈ കൊള്ളയ്ക്ക് പോറ്റിക്ക് അവിടെ അനുവാദം കിട്ടിയത്. അതിന് സ്വർണം ചെമ്പാക്കി മാറ്റുന്നതിനുള്ള പരിപാടിയിൽ ഒപ്പുവെച്ചതും ഇത് കടത്തിയതുമൊക്കെ ഇങ്ങനെയുള്ള ആളുകളാണ്. ഇതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകും തോറും ഇതിൽ വേറെ ആരുടെ ഒപ്പെങ്കിലും ഫോട്ടോ കണ്ടു എന്നൊക്കെ പറയുന്നത് ഇവിടെ കൂടെ നിന്ന ഇതിലിപ്പോൾ രാഷ്ട്രീയ നേതൃത്വവുമായിട്ടുള്ള ബന്ധം സംസ്ഥാനം ഭരിക്കുന്ന കക്ഷിയുടെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ളവർ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ ആരൊക്കെയാണ് നിൽക്കുന്നത്? സംസ്ഥാന പോലീസ് വകുപ്പ് മേധാവി, അതുപോലെ തന്നെ പോലീസ് വകുപ്പിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അവർക്കൊക്കെ ഒപ്പമാണ് ഈ സ്വർണ്ണ മുതലാളിയും പോറ്റിയും ഒക്കെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയുമില്ലെന്നും നിഷ്കളങ്കതയുടെ നഴ്സറി സ്കൂളാണ് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ആഫീസ് കാര്യാലയവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നതെന്നും പറഞ്ഞാൽ മൂക്ക് കീഴ്പ്പെട്ടുള്ള മനുഷ്യന്മാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അവതാരങ്ങളെ കൊണ്ടുവരില്ല എന്ന് പുറത്തു പറയുകയും ശരി, ഓക്കെ. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഈ പാനൽ ആവർത്തിച്ച് ഉയർന്ന ഒരു ചോദ്യവുമാണ് അത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ മാത്രം പങ്കെടുത്ത ഒരിടത്തേക്ക് എങ്ങനെയാണ് പോറ്റി എത്തുന്നത് എന്നുള്ളത്, പോറ്റി എന്തിൻ്റെയൊക്കെ സ്പോൺസറാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. അതോ ശബരിമലയിൽ ശ്രീകോവിൽ മുതൽ ദായിങ്ങ ആംബുലൻസ് വിതരണം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പോറ്റി മാത്രം ഒഴിച്ചുകൂടാൻ ഇനി അയ്യപ്പൻ ഇല്ലെങ്കിലും വേണ്ട പോറ്റി ഉണ്ടാകണമെന്ന നില എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുകയും ചെയ്തത്. ശ്രീ സന്ദീപ് വാര്യർ, പക്ഷേ ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിനൊരു മര്യാദയുണ്ട് അല്ലേ? അങ്ങ് ആ ചോദ്യങ്ങൾ വസ്തുതാപരമായി ചോദിക്കാം. വസ്തുതാപരമായി ചോദിക്കുമ്പോൾ അതിന് ആധികാരികമായി ഇരിക്കേണ്ടത് വസ്തുതാപരമായ കാര്യങ്ങളാണ്. അല്ലാതെ കൃത്രിമമായി ഉണ്ടാക്കിയ ചിത്രങ്ങൾ എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ നിങ്ങളുടെ KPCC രാഷ്ട്രീയകാര്യ അംഗത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടോ? ഇത് അദ്ദേഹം ചെയ്തതല്ല. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെ വ്യാജ ചിത്രം ചമച്ച് പ്രചരിപ്പിച്ചു എന്നുള്ളതാണ് ആ കേസ്. അത് ഗൗരവതരമായ ഒരു കുറ്റമാണ്. മാധു, ഒരു AI ചിത്രവും സാധാരണ ചിത്രവും കണ്ടാൽ സാമാന്യന ഞാനും മാധുവും ഉൾപ്പെടെ ഈ മലയാളിക്കും തിരിച്ചറിയാൻ സാധിക്കില്ല. മലയാളിക്കെന്നല്ല, ഇവിടെ ലോകത്ത് ഒരാൾക്കും അങ്ങനെ തിരിച്ചറിയാൻ കഴിയില്ല. അതല്ലെങ്കിൽ അനിതര സാധാരണമായിട്ടുള്ള കഴിവൊക്കെ വേണം. ഫോറൻസിക് പരിശോധന ഇല്ലാതെ തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പം ഞാനും ഏതെങ്കിലും ഷാരൂഖ് ഖാനും കൂടി ഒരുമിച്ച് ദുബായ് ബീച്ചിൽ നടക്കുന്ന ഫോട്ടോ ഞാൻ AI ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുണ്ട്. പലരും എന്നോട് അത്ഭുതത്തോടെ ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങൾ എപ്പോൾ ഫോട്ടോ എടുത്ത് ചോദിച്ചു. വളരെ ഒറിജിനൽ എന്ന് തോന്നുന്ന ചിത്രങ്ങളൊക്കെ ആയിട്ടുണ്ടാക്കാം. അപ്പോൾ തിരിച്ചറിയാൻ കഴിയില്ല. ആരെങ്കിലുമൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അത്തരം ചിത്രം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിച്ചു പോകാം, അത്രേ ഉള്ളൂ. ഒന്ന്, ഇനി തെറ്റിദ്ധരിക്കാൻ ഇടയായ സാഹചര്യം എന്താ? മുഖ്യമന്ത്രി ഉണ്ണീഷൻ പോറ്റിയും നമ്മൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. അവർ ഒരുമിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ ഉണ്ണീഷൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് മുഖ്യമന്ത്രി ഒരു കീ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ്റെ കൂടെ ഉണ്ണീഷൻ പോറ്റി ഇരുന്ന് സംസാരിക്കുന്ന ചിത്രം പുറത്തുണ്ട്. വാസവൻ്റെ കൂടെ
ഉണ്ണിഷം പോറ്റിയുള്ള ചിത്രമുണ്ട്, CPM-ന്റെ വിവിധ നേതാക്കന്മാരെ കൂടെ ഉണ്ണിഷം പോറ്റിയുണ്ട്, ശശിക്ക് കൈ കൊടുക്കുന്ന വീഡിയോ ഉണ്ട്. ഇതൊക്കെ സ്വാഭാവികമായിട്ടും പബ്ലിക് ഡൊമൈനിലുള്ളപ്പോൾ എല്ലാ മനുഷ്യരും വിശ്വസിക്കില്ല ഇത് ഈ ഒറിജിനലാണെന്ന് വിശ്വസിക്കില്ല. ഇനി ഒറിജിനൽ അല്ല എന്ന് ആരാ പറയുന്നത്? മുഖ്യമന്ത്രിയുള്ള പോലീസല്ലേ പറയുന്നത്. ഫോറൻസിക് പരിശോധന കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ കേരള പോലീസ് പറയുന്നത് വിശ്വസിച്ചിട്ടല്ലേ നിങ്ങളും ഇത് ഒറിജിനൽ അല്ല എന്ന് പറയുന്നത്. അത് പരിശോധന കഴിയട്ടെ, വരട്ടെ, അപ്പോഴല്ലേ അത് ഒറിജിനൽ ആണോ. മുഖ്യമന്ത്രി വരുന്നത് മുതൽ മുഖ്യമന്ത്രി പോകുന്നത് വരെയുള്ള കട്ട് ചെയ്യാത്ത ദൃശ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് റിലീസ് ചെയ്തിരിക്കുന്നത്. അതിലെവിടെയും ഈ പറയുന്ന ഒന്നില്ല. അദ്ദേഹം ഒരു തികഞ്ഞ കള്ളന്റെ ശാരീരിക ബുദ്ധിയോടുകൂടി മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി കൈകൊണ്ട് എപ്പോഴും കാണിക്കുന്നത് പോലെ മാറി നിൽക്കൂ എന്ന ഒരു ആംഗ്യം കാണിച്ചതിന് ശേഷം കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ഒരു ചിത്രത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. അപ്പോൾ ആ ദൃശ്യങ്ങൾ ആധികാരികമാണ് എന്നത് കൂടി അഭിപ്രായപ്പെടുകയാണ് ശേഷവും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ വരാം. ശ്രീ സുബ്രഹ്മണ്യൻ, കേൾക്കാമോ? ശ്രീ സുബ്രഹ്മണ്യൻ, ഇനിയിപ്പോൾ അങ്ങ് ഈ ചിത്രം പങ്കുവെക്കുകയും അതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷവും അങ്ങ് നടത്തിയ പ്രതികരണം എന്ന് പറയുന്നത് ഈ ചിത്രം പിൻവലിക്കില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം സുദീർഘമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് അത് കൃത്രിമമായി നിർമ്മിച്ചതാണ് എന്ന് ബോധ്യപ്പെടുത്തിയതിനു ശേഷവും ആ ചിത്രം പിൻവലിക്കില്ല എന്ന വാശി എന്തുകൊണ്ടാണ്? ഇതൊരു കാര്യം, ഈ ചിത്രം എന്ന് പറയുന്നത് ഒറിജിനലാണ്. ഇത് AI ടൂളൊന്നും ഉപയോഗിച്ചുണ്ടാക്കിയ ചിത്രമല്ല. ഹലോ, കേൾക്കുന്നുണ്ട് ശ്രീ സുബ്രഹ്മണ്യൻ, പറഞ്ഞോളൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ഈ ചിത്രം ഒറിജിനൽ ചിത്രമാണ്. ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ പുറത്തുവിട്ട ഒരു വീഡിയോ ഉണ്ട്. ഈ വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്ത ചിത്രമാണിത്. എൻ്റെ കയ്യിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. ഈ വീഡിയോയിൽ നിന്ന് 1.287 സെക്കൻഡിൽ ക്യാപ്ചർ ചെയ്തെടുത്തൊരു ചിത്രമാണ്. ഈ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ക്യാപ്ചർ ചെയ്തെടുത്ത ചിത്രം എൻ്റെ കയ്യിലുണ്ട്. ഇതെങ്ങനെയാണ് വ്യാജാണെന്ന് പറയാം? ഇല്ല, ഞങ്ങൾ ആ ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കടക്കം കാണാൻ കഴിയുന്നതാണ്. വീഡിയോയിൽ നിന്നുള്ള ചിത്രമാണ്. അങ്ങ് പങ്കുവെച്ച ചിത്രങ്ങൾ അതിലില്ല. ഇതിലുണ്ട്. ഇതാ, നിങ്ങൾക്ക് കൃത്യമായി നോക്കിയാൽ കാണാം. ഇത് ഈ വീഡിയോയിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുത്ത ചിത്രമാണ്. ഇല്ല, ശ്രീ സുബ്രഹ്മണ്യ പ്രൊഡ്യൂസർ, ആ ദൃശ്യങ്ങൾ കാണിക്കൂ. മുഖ്യമന്ത്രി അവിടെ വന്ന് ഇത് നടത്തിയതിനു ശേഷം, താക്കോൽ കൊടുത്തതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കാണിക്കൂ. ഇതിൽ അങ്ങേക്ക് സ്ക്രീനിൽ കാണാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലെവിടെയാണ് ഈ ചിത്രം നിങ്ങൾ കാണാം. ആ ചിത്രം അവിടെ നിൽക്കട്ടെ. അങ്ങ് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ഉണ്ടെന്നുള്ളതാണ്. ആ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. താക്കോൽ കൊടുത്തതിന് ശേഷം അങ്ങ് പറയുന്ന വീഡിയോയിൽ നിന്നുള്ള ക്യാപ്ചർ ചെയ്ത ചിത്രമാണിത്. അങ്ങ് പറയുന്ന എവിടെ വേണമെങ്കിലും ഞങ്ങളത് നിർത്താൻ തയ്യാറാണ്. അങ്ങ് നോക്കിക്കോളൂ. അങ്ങ് പറയുന്ന എവിടെ വേണമെങ്കിലും ഞങ്ങളത് നിർത്താൻ തയ്യാറാണ്. എവിടെയാണ് അങ്ങ് പങ്കുവെച്ച ആസ്പദമായ ദൃശ്യങ്ങൾ? 1.287 സെക്കൻഡിലേക്ക് നിങ്ങൾ ആ വീഡിയോ ഒന്ന് ക്യാപ്ചർ ചെയ്യൂ. പ്രൊഡ്യൂസർ, 1.287 അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഞാൻ ആ ദൃശ്യം മുഴുവനും കണ്ടതാണ് ശ്രീ സുബ്രഹ്മണ്യൻ. അങ്ങനെ ഒരു പിക്ചർ അങ്ങേക്ക് കാണാൻ കഴിയില്ല. ഇത് അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തെടുത്താണ്. നിങ്ങൾക്ക് വേണേ ഇത് ഏത് ഓതന്റിസിറ്റി വഴിയും ഇതാണ് അങ്ങ് ആവശ്യപ്പെട്ട സമയം. ഇപ്പോൾ സ്റ്റില്ലായി നിൽക്കുന്ന ആ ദൃശ്യമാണ് അങ്ങ് പറഞ്ഞ ദൃശ്യം. അദ്ദേഹം പോകാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട ദൃശ്യത്തിൽ 1.287 എന്ന് പറയുന്നത് ഇതാണ്. അങ്ങേക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്ന ഈ പിക്ചറാണ്. കുറച്ചുകൂടി മുമ്പ് മുഖ്യമന്ത്രി പാസ് ചെയ്യാൻ സമയത്ത് പാസ് ചെയ്തു പോകുന്ന ദൃശ്യമാണ് ഈ കാണുന്നത്. ശ്രീ സുബ്രഹ്മണ്യൻ, ഇല്ല, അങ്ങനെ നട്ടപ്പാതിരയ്ക്ക് നിന്ന് പട്ടാപ്പകലാണെന്നൊന്നും പറയാൻ കഴിയില്ല. ഇല്ല, അങ്ങനെ ഒരു ദൃശ്യം എടുക്കാൻ കഴിയില്ല. അങ്ങ് പങ്കുവെച്ച ആ ദൃശ്യം എടുക്കാൻ കഴിയില്ല. ഇത് അദ്ദേഹം മാറാൻ പറയുന്ന ദൃശ്യമാണ്. നിങ്ങളോട് പങ്കുവെച്ചതാണ്. അദ്ദേഹം മാറാൻ പറയുന്ന ദൃശ്യമാണ്. അവിടെ കൈകൂപ്പി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണാൻ കഴിയുന്നുണ്ട്. ആ തിരിയുന്ന വിഷ്വലിനെടുത്ത് അതാണ് കുറച്ചുകൂടി കഴിയുമ്പോഴുള്ള ഒരു ആംഗിളിലാണ് എടുക്കുന്നത്. ഏത് ആംഗിളിൽ വെച്ചാണെങ്കിലും അങ്ങ് പങ്കുവെച്ച പ്രൊഡ്യൂസർ ആ ഫേക്കായ ഫോട്ടോ കൂടി സ്ക്രീനിൽ കാണിക്കൂ. അല്പം കൂടെ എവിടെയും കാണാൻ കഴിയില്ല ശ്രീ സുബ്രഹ്മണ്യൻ, എവിടെയും കാണാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോഴും അതിന്റെ ആധികാരികതയിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഫോട്ടോ.
പിന്നെ എങ്ങനെ ആധികാരികത ഇല്ല എന്ന് പറയാം? പിന്നെ ഇല്ല. അതുപോട്ടെ, ഈ ഫോട്ടോ അങ്ങ് ആവശ്യപ്പെട്ട പ്രകാരം 1.287 ആണ് സ്ക്രീനിൽ സ്റ്റിൽ ചെയ്തു വെച്ചിരുന്നത്. ആ ദൃശ്യമാണ്, അതിലില്ല. രാജീവ് ചന്ദ്രശേഖരൻ നവംബർ 29 രാജീവ് ചന്ദ്രശേഖരൻ പങ്കുവെച്ച ഫോട്ടോ ആണിത്. നവംബർ 29 ന്യൂസ് മലയാളം നവംബർ 3 ഈ വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. ഇതേ ചിത്രം അവരന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതേതാ പടം? മുഖ്യമന്ത്രി പങ്കുവെച്ചതിൽ അങ്ങനെ ഒരു ദൃശ്യം എനിക്ക് കാണാനേ കഴിഞ്ഞിട്ടില്ല. പ്രൊഡ്യൂസർ അതൊന്ന് സൂം ചെയ്യൂ. ആ ദൃശ്യം ഒന്ന് zoom ചെയ്യൂ. ഇതേതാ പടം? അല്ല, എനിക്കതിൽ ക്ലാരിറ്റി വരുന്നില്ല. ആ പടം ഏതാണ്? അങ്ങനെ കാണിക്കൂ, സ്ക്രീനിൽ കാണിക്കൂ. ഇതേതാ പടം? അദ്ദേഹം പറയുന്നത് ശരിയാണ് മാധു. ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് ഇപ്പൊ പൗസ് ചെയ്തെടുത്താണ്. അങ്ങനെ സാധിക്കും. ആ ആംഗിളിൽ നിന്ന് അത് സ്ക്രീൻഷോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം അതുപോലെ തന്നെയാണ്. ആ വീഡിയോയിൽ നിന്ന് പറത്തി തന്നെയാണ്. ശ്രീ സുബ്രഹ്മണ്യം പറയുന്നത് ശരിയാണ്. അത് ശ്രീ സന്ധ്യവാര്യർ അറിയില്ല. അത് മുഖ്യമന്ത്രി കൈകൊണ്ട് മാറാൻ പറയുന്നതും അദ്ദേഹം കൈകൊപ്പി നിൽക്കുന്നതുമായ ഫോട്ടോയാണ്. ആ ചിത്രമല്ല ശ്രീ എൻ സുബ്രഹ്മണ്യം പങ്കുവച്ചത്. പക്ഷേ ആ ഞാൻ ചിത്രം ചോദിക്കട്ടെ, ഈ പടം, ഞാൻ ഈ കാണിക്കുന്ന പടം ഇത് തന്നെയാണ് മാധു. അതാ ഈ കാണിക്കുന്ന പടം. നിങ്ങളുടെ സ്ക്രീനിൽ ഒരാൾ സംസാരിക്കൂ. ശ്രീ എൻ സുബ്രഹ്മണ്യം പറയൂ. അല്ല, അങ്ങ് പങ്കുവെച്ച ചിത്രങ്ങൾ അതല്ലല്ലോ. രാജീവ് ചന്ദ്രശേഖരൻ അങ്ങ് പങ്കുവെച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത് ശ്രീ എൻ സുബ്രഹ്മണ്യൻ അല്ല, രാജീവ് ചന്ദ്രശേഖർ പങ്കുവെച്ച ചിത്രവുമായി ബന്ധപ്പെട്ട് ശ്യാംരാജ് അഭിപ്രായം പറയട്ടെ. എനിക്ക് നിലവിൽ അതിന് ക്ലാരിറ്റി വരുത്താൻ കഴിയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങ് പങ്കുവെച്ച ചിത്രങ്ങൾ, വ്യാപകമായി പ്രചരിപ്പിച്ച ചിത്രങ്ങൾ എന്ന് പറയുന്നത് വലിയ ഹൃദയബന്ധം സൂചിപ്പിക്കുന്ന ചിത്രമാണ്. ആ ചിത്രമില്ല. ഇത് മുഖ്യമന്ത്രി കൈകൊണ്ട് കടന്നു പോകുന്നു, മാറി നിൽക്കാൻ പറയുന്ന ദൃശ്യമാണ് ഞങ്ങൾക്ക് സ്റ്റിൽ ചെയ്ത് വെക്കാൻ സാധിച്ചിട്ടുള്ളത്. അവിടെ കൈ കോപ്പി നിൽക്കുന്ന ഈ പോറ്റിയെ കാണാൻ കഴിയും. അതിനപ്പുറത്തേക്ക് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ദൃശ്യങ്ങൾ അങ്ങേക്ക് ആ വീഡിയോയിൽ നിന്ന് സ്റ്റിൽ ചെയ്തെടുക്കാൻ കഴിയില്ല. ഇതേതാണ് ഈ പടം? ശരി, ശ്യാംരാജിനെ വിളിക്കാം. ശ്രീ ശ്യാംരാജ്, നിങ്ങളുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കുവെച്ച ചിത്രമാണ് എന്നുള്ളതാണ് ആരോപണം. നിങ്ങളത് സ്ഥിരീകരിക്കുന്നുണ്ടോ? രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്കിൽ ഈ പടം ഇപ്പോഴും ഉണ്ട്. നവംബർ 29 ഞാൻ പറയട്ടെ, താങ്കൾ എന്തിനാണ്, നിങ്ങളിപ്പോ കോൺഗ്രസ്സുകാരനാണോ ബി ജെ പി കാരനാണോ? നിങ്ങൾക്ക് വേറെ ആ ടി ആൾക്കാരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ, നിങ്ങൾ കോൺഗ്രസിന് IT സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റിന്റെ പോസ്റ്റ് ചെയ്ത ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാൻ ആ ഫോട്ടോ അദ്ദേഹം രാജീവ് ചന്ദ്രശേഖർ പോസ്റ്റ് ചെയ്യുന്നവർ എനിക്ക് അറിയില്ല. ഞാനത് കണ്ടിട്ട് ഞാൻ പറയാൻ വേണ്ടി പറ്റത്തുള്ളൂ. എൻ്റെ നിലവിലെ അറിവനുസരിച്ച് അദ്ദേഹം അങ്ങനെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇനി അതുണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് ഞാൻ പറയാം. പക്ഷെ എന്തായാലും ഇവർ അതെടുത്തിട്ടാണ് ഇവർ പോസ്റ്റ് ചെയ്യുന്നൊക്കെ പറയുന്നതിനകത്ത് അതിൽ ന്യായീകരണത്തിന് ആവശ്യമില്ല. ഞാൻ പറയാം. ശ്രീ എൻ സുബ്രഹ്മണ്യം, അങ്ങ് ആ ചിത്രം പങ്കുവെച്ച് ആ കേസിൽ പ്രതിയാക്കപ്പെട്ടു. അതിനുശേഷം അങ്ങ് ഇപ്പോൾ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ നവംബർ 29 പങ്കുവെച്ച ചിത്രം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കൈകൊണ്ട് മാറാൻ പറഞ്ഞതിന് ശേഷം കടന്നു പോകുന്ന ചിത്രമാണ്. അപ്പോൾ കൈ കൂപ്പിയതിനു ശേഷം ഒരു മിനിറ്റ്, ക്യാമറമാൻ ഇതൊന്ന് ഫോക്കസ് ചെയ്യൂ. കാണിക്കുന്നതിന് കുറച്ച് മര്യാദ വേണം കേട്ടോ. ക്യാമറമാൻ ഇതൊന്ന് ഫോക്കസ് ചെയ്യൂ. ഇതാണോ ഈ ഫോട്ടോ? അല്ലല്ല, ഇതൊന്ന് ഫോക്കസ് ചെയ്യൂ. ഈ ചിത്രമാണ് മുഖ്യമന്ത്രി കൈകൊണ്ട് മാറാൻ പറഞ്ഞതിന് ശേഷം അങ്ങോട്ട് കടന്നു പോകുമ്പോൾ കൈ കൂപ്പി നിന്നിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ഒന്ന് കുനിഞ്ഞു നിൽക്കുന്നു എന്നതിനപ്പുറത്ത് നിങ്ങൾ പങ്കുവെച്ച വ്യാജ ചിത്രവുമായി ഇതിന് ഒരു ബന്ധവുമില്ല എന്നിരിക്കെയാണ് ആധികാരികമായി ഈ ഫ്ലോറിൽ വന്നിരുന്ന് വീണ്ടും ആ അഭിപ്രായം ആവർത്തിച്ച് പറയുന്നത്. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങ് പിൻവലിക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. രാജീവ് ചന്ദ്രശേഖർ ഒരു ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ ഇന്ത്യ പങ്കാളികൾ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ ചിത്രം രാജീവ് ചന്ദ്രശേഖർ വ്യാജ ചിത്രം ഉണ്ടാക്കിയതല്ല. ഈ ചിത്രം ഈ സ്റ്റില്ലിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതാണ്. അങ്ങ് ആ ഒരൊറ്റ ചിത്രം മാത്രമല്ല പങ്കുവെച്ചത്, അതിൽ നിന്ന് സ്റ്റില്ലെടുത്ത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്ന് ചെറിയ ബുദ്ധിയുള്ള ഏത് മനുഷ്യർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. ആ നിലയ്ക്ക് ഈ രാഷ്ട്രീയ ആരോപണം മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങ് ഈ ചർച്ചയുടെ അവസാനമാണ് ആ ആരോപണം മുന്നോട്ട് വെച്ചത്. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്. അങ്ങ് അത് പിൻവലിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് വീണ്ടും ഈ ഫ്ലോറിൽ നിന്ന് വന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു കഥയുണ്ടാക്കി പറഞ്ഞ മാധ്യമപ്രവർത്തകരെയും ഉള്ള പാനലിസ്റ്റുകളെയും മുഴുവനും തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും
ഒന്നും മര്യാദയല്ല എന്ന് ഞാൻ അങ്ങോട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി കടന്നു പോവുകയാണ്. അതുവരെ കൈകൂപ്പി നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്ന് തലകുനിച്ച് മാറുന്നതിന്റെ ഒരു ദൃശ്യം മാത്രമാണ് അതുള്ളത്. അത് മാനിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് രാഷ്ട്രീയ മര്യാദയല്ല എന്ന് ഞാൻ അങ്ങോട്ട് ചർച്ചയുടെ അവസാനത്തിൽ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നു. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.